Apple Pay Academyയുടെ പേപ്പർ 1ന്റെ ഒരു പുതിയ വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതിനു മുമ്പ് പേപ്പർ 1 റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു മാരത്തൺ വീഡിയോ സീരീസ് ചെയ്തിരുന്നു. സോ നിങ്ങളിൽ പലരും ആ വീഡിയോ ഓൾറെഡി കാണുകയും അത് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സോ ആ സീരീസിൽ നമ്മൾ മെയിനായിട്ട് പേപ്പർ 1ലെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൽ നിങ്ങൾ മെയിൻലി നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, ആ കോൺസെപ്റ്റുകളോട് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മെയിൻലി ഡീൽ ചെയ്തിരുന്നത്. സോ ആസ് എ ടീം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വീഡിയോ സീരീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസസ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ പലർക്കും നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ട് ആ സീരീസ് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെയൊക്കെ അഭിപ്രായപ്പെടാനായിട്ട് ഇടയായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ ഹെൽപ്ഫുൾ ആവുന്നു, അത് ഹെൽപ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ അത് തന്നെയാണ് ഇങ്ങനെ ഒരു സീരീസിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരീസിനെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സീരീസിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഓൾറെഡി മാരത്തൺ വീഡിയോ സീരീസിൽ ഓരോ മൊഡ്യൂളിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക്കായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. പക്ഷേ പേപ്പർ 1ൻ്റെ ഒരു നേച്ചർ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ ദോ ഓരോ എക്സാംസ് കഴിയുമ്പോഴും നമ്മളുടെ ഏരിയാസ് ഒക്കെ മേ ബി സിമിലർ ആയിരിക്കും. അവർ ചോദിക്കുന്ന, അവർ ഫോക്കസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസോ സിമിലർ ആയിരിക്കും. പക്ഷേ അതിനെ കൂടുതലായി അവർ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ടെൻഡൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും ഒരു പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ കുറേ കാര്യങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫെമിലിയറൈസ് ചെയ്യാണ്. അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിനോട് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യുന്ന ചില ഇൻഫർമേഷൻ കൂടി ആ മേഖലയിൽ നിന്ന് അടുത്തൊരു എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ ഓരോ എക്സാമിന് വേണ്ടി നമ്മൾ ഓരോ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് പേപ്പർ 1 പഠിക്കുമ്പോഴും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ഈ ഒരു നോഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സീരീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മെയിൻലി നമ്മൾ ഓൾറെഡി മാരത്തൺ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ കവർ ചെയ്തിരുന്നു. എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഏരിയാസിനോടൊപ്പം നിങ്ങൾക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മാരത്തൺ വീഡിയോ സീരീസിലൂടെ. സോ അതിനോട് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടൊരു എക്സാമിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിലും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെ, ഇതാണ് ബേസിക്കലി ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സീരീസിൻ്റെ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോജിക്കൽ റീസണിങ് എന്ന മൊഡ്യൂളാണ്. സോ ലോജിക്കൽ റീസണിങ് നിങ്ങൾക്കറിയാം, നമുക്ക് വെസ്റ്റേൺ ലോജിക് ആൻഡ് ഇന്ത്യൻ ലോജിക് ഈ ഒരു ഏരിയയുടെ അണ്ടറിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പലരും ആ മാരത്തൺ വീഡിയോ ഉപയോഗിച്ച് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ മാരത്തൺ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സോ അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ കൃത്യമായി നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടൈം വെച്ചിട്ട് ഓരോ ഭാഗത്തും എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ടോപ്പിക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പമുണ്ടാവും. അപ്പോൾ ഓൾറെഡി മാരത്തൺ വീഡിയോസ് കണ്ട് പഠിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ എക്സാമിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ടോപ്പിക്സ് ആയിരിക്കും നമ്മളിവിടെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ആ മാരത്തൺ വീഡിയോസ് കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾക്കൊന്ന് അതൊന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ചില ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ റിസോഴ്സസ് കിട്ടിയാൽ ഹെൽപ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ സെഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാരത്തൺ വീഡിയോയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോയിൽ ലോജിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തവണത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അപ്ഡേറ്റഡ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ടോപ്പിക്സ് അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കിയാൽ ഫാലസി ഓഫ് ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്, fallacy of affirming the consequent, logically equivalent statements, categories of fallacies, Nyaya syllogism versus Aristotelian syllogism. So these are the 5 different topics that we are going to discuss in this session. So നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 5 ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ 5 ടോപ്പിക്സിൽ 4 ടോപ്പിക്സും സ്പെസിഫിക്കലി അല്ലെങ്കിൽ പെർട്ടിക്കുലർലി
വെസ്റ്റേൺ ലോജിക്കിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഇനി അഞ്ചാമത്തെ ടോപ്പിക്കിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ. ന്യായ സില്ലജിസം ഇസ് ഫ്രം ഇന്ത്യൻ ലോജിക് ആൻഡ് അരിസ്റ്റോട്ടൽ സില്ലജിസം ഇസ് ഫ്രം വെസ്റ്റേൺ ലോജിക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താ ഇന്ത്യൻ ലോജിക്കിൻ്റെ ടോപ്പിക്സ് ഒന്നും അധികം ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത, എന്തുകൊണ്ടാണ് വെസ്റ്റേൺ ലോജിക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. സോ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലോജിക്കിൻ്റെ ഏരിയാസ് ഇറ്റ് റിമെയിൻസ് സംവാട്ട് സ്റ്റാറ്റിക്. അതായത് നമുക്ക് മെയിനായിട്ട് ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ പഠിക്കുന്ന ഏരിയാസ് ഉണ്ട്. പ്രമാണാസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. പ്രമാണാസിൽ തന്നെ വി ഹാവ് അനുമാൻ, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻഫറൻസ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണം. ആൻഡ് ഓൾസോ വി ഹാവ് ഫാലസീസ് ഇൻ ഇന്ത്യൻ ലോജിക്. ഹേത്വാഭാസ് എന്ന് പറഞ്ഞിട്ട് ഫാലസീസ് ഉണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ സ്റ്റാറ്റിക് ആയിട്ട് അവർ ഇന്ത്യൻ ലോജിക്കിൽ ചോദിക്കുന്ന ഏരിയാസ് റിപ്പീറ്റഡ് ആയി സെയിം ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്ന് കാണുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി നന്നായി ആ കാര്യങ്ങളെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പം ഇന്ത്യൻ ലോജിക്ക് തുടങ്ങിയ സമയത്ത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങളുടെ ചോദ്യ പേപ്പറുകളിൽ വരുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഓൾറെഡി ഉള്ള ഏരിയാസ് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഈ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്, കുറച്ച് പേരുകളും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷനും ഒക്കെ അപ്പുറത്തേക്ക് കറക്റ്റായ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ ലോജിക്കിൽ സോഫാർ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മാരത്തൺ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഏരിയാസ് കുറച്ചുകൂടെ നന്നായി പഠിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഈ ന്യായ സിലോജിസം അല്ലെങ്കിൽ ഈ ന്യായ സിലോജിസം അരിസ്റ്റോട്ടലിയൻ സിലോജിസം തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് all the other 4 topics that we are going to discuss ഇതെല്ലാം വെസ്റ്റേൺ ലോജിക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഫാലസി ഓഫ് ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ് ആൻഡ് ഫാലസി ഓഫ് അഫേർമിങ് ദി കോൺസിക്വൻറ്റ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഒന്നിച്ച് പഠിക്കാൻ സാധിക്കുന്ന 2 ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് അത് എടുക്കാനായിട്ട് പോവാണ്. ഫാലസി ഓഫ് ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ് ആൻഡ് ഫാലസി ഓഫ് അഫേർമിങ് ദി കോൺസിക്വൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഏത് ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഏരിയയുടെ അണ്ടറിലാണ് നിങ്ങൾക്ക് ഇത് രണ്ടും പഠിക്കാനായിട്ടുള്ളത്? ഓഫ് കോഴ്സ് ഫാലസീസ് ആണ് അല്ലേ. ഇന്ത്യൻ ലോജിക് എടുത്താലും വെസ്റ്റേൺ ലോജിക് എടുത്താലും ലോജിക്കൽ റീസണിങ്ങിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫാലസി. നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ അതിനെ ഫാലസി എന്നുള്ള ഇംഗ്ലീഷ് ടേമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ when it comes to ഇന്ത്യൻ ലോജിക് ഹേത്വാഭാസ് എന്ന് പറയുന്ന ഒരു ടേമാണ്, വിച്ച് മീൻസ് ഇന്ത്യൻ ലോജിക്കിലെ ഫാലസി എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് ആ ടേമിനുള്ളത്. സോ ഫാലസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെസ്റ്റേൺ ലോജിക്കിലാണ് ഈ ടോപ്പിക് വരുന്നതെന്ന് പറഞ്ഞു. സോ ഫാലസിനെ കുറിച്ച് പറയുമ്പോൾ വി കൻ ആക്ച്വലി ഡിവൈഡ് ദിസ് എൻറ്റയർ സെഷൻ ഇൻറ്റു 2 different groups. We have formal fallacies as well as informal fallacies. Formal fallacy, informal fallacy ഉണ്ട്. അപ്പോൾ ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ദി ഫോം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ആർഗ്യുമെൻറ്റിനകത്ത് അതിൻ്റെ ഫോമിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങളോ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഫോമിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എറേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫോർമൽ ഫാലസി. ഇൻഫോർമൽ ഫാലസി കുറച്ചുകൂടെ അതിൻ്റെ കോണ്ടന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന ആശയം, അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസിയിൽ ഡീല് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഫോർമൽ ഫാലസി ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഫോർമൽ ഫാലസി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം പരിശോധിച്ചാൽ കുറച്ചുകൂടി ഇൻഫോർമൽ ഫാലസി എന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാരത്തൺ വീഡിയോയുടെ ഭാഗമായിട്ട് ഇൻഫോർമൽ ഫാലസിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരത്തൺ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഇൻഫോർമൽ ഫാലസിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാരത്തൺ വീഡിയോ എടുക്കാം. അതിനകത്ത് കൃത്യമായിട്ട് ആ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, എവിടെയാണ് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസീസ് വരുന്നത് എന്നുള്ളത്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് അതിനകത്ത് കൃത്യമായ ടോപ്പിക്ക് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്ന ഈ ഫാലസി ഓഫ് ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റും അഫേർമിങ് ദി കോൺസിക്വൻറ്റും ഇത് രണ്ടും ഫോർമൽ ഫാലസിയുടെ ഭാഗമായിട്ട് ഇത് 2 ഫോർമൽ ഫാലസീസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കാം എന്താ ഈ 2 ഫാലസീസ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് കണ്ടെത്തും. ഇപ്പോൾ നിങ്ങളോട് യൂഷ്വൽ കേസിൽ ഫാലസീസ് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം, യു വിൽ ബി ജസ്റ്റ് ഗിവൻ സം എക്സാമ്പിൾസ് അല്ലേ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരും.
അന്ന് നിങ്ങളോട് പറയും ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ സംഭവിച്ചിരിക്കുന്ന ഫാലസി ഐഡന്റിഫൈ ചെയ്യുമെന്ന് പറയും. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിളിൽ നിന്നൊരു ഫാലസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? എസ്പെഷ്യലി ഫാലസി ഓഫ് ഡിനൈങ് ദി ആന്റിസിഡന്റ് ആൻഡ് അഫർമിംഗ് ദി കോൺസിക്വന്റ്. ഇതാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ, ഈ ഒരു സെഷൻ്റെ ആദ്യത്തെ പാർട്ടിൽ പഠിക്കാനായിട്ട് പോകുന്നത്. റീസെൻറ്റ് എക്സാംസിലൊക്കെ ഒത്തിരി അവർ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനോടൊപ്പം തന്നെ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഇതിനെ മറ്റു ചില പേരുകളിൽ കൂടെ പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് ഇൻവേഴ്സ് എറർ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫാലസി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് യൂഷ്വലി എപ്പോഴും അവർ ഉപയോഗിക്കുന്ന ടെർമിനോളജി ഡിനൈങ് ദി ആന്റിസിഡന്റ് തന്നെയാണ്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് ഈ ടേംസ് ഇൻവേഴ്സ് എററെന്നോ ഇൻവേഴ്സ് ഫാലസി എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പ്ലീസ് ഡു റിമെമ്പർ ഇതെല്ലാം ഒരേ ഫാലസീനെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനേഷൻ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ആൻ എക്സാമ്പിൾ. ആ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ട് വീണ്ടും വിൽ ബി കമ്മിങ് ബാക്ക് ടു ദി എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് മനസ്സിലാവും. So, it is a fallacy in formal logic wherein a standard if or then premise, the antecedent, what comes after the if, is made not true, then it is concluded that the consequent, what comes after the then, is not true. Of course, ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇത് എന്താ ഈ ഉദ്ദേശിക്കുന്നത്, എന്താ സംഭവം എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ഫാലസിയാണ്, അല്ലെങ്കിൽ ഫാലസി ഇൻ ഫോർമൽ ലോജിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെയുള്ള പ്രിമൈസസ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സില്ലജിസത്തിലാണ് ഇങ്ങനെ ഒരു ഫാലസി സംഭവിക്കുന്നത്? ഇഫ് ദെൻ പ്രിമൈസുകളുള്ള സില്ലജിസങ്ങളിലാണ്, അല്ലെങ്കിൽ ഇഫ് ദെൻ പ്രിമൈസുകൾ അടങ്ങുന്ന ആർഗ്യുമെൻസിലാണ് യൂഷ്വലി ഡിനൈങ് ദി ആന്റിസിഡന്റ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സില്ലജിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സില്ലജിസം തന്നെ പലതുണ്ട്. അപ്പോൾ നമുക്ക് യൂഷ്വലി നെറ്റ് എക്സാമിൽ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് കാറ്റഗോറിക്കൽ സില്ലജിസമാണ് അവർ കൂടുതലായി, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മിക്ക കോൺസെപ്റ്റ്സും കാറ്റഗോറിക്കൽ സില്ലജിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇഫ് ദെൻ പ്രിമൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള സില്ലജിസം, ഇഫ് ദെൻ പ്രിമൈസുകൾ. ഇപ്പോൾ കാറ്റഗോറിക്കൽ സില്ലജിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആർഗ്യുമെൻറ്റ്സിന് അല്ലെങ്കിൽ സില്ലജിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? കാറ്റഗോറിക്കൽ സില്ലജിസം എന്ന് വിളിക്കാം. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ? 4 തരത്തിലുള്ള കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ട്. ഓൾ എസ് എസ് പി, നോ എസ് എസ് പി, സം എസ് എസ് പി, സം എസ് എസ് നോട്ട് പി. ഇങ്ങനെയൊക്കെ 4 തരത്തിലുള്ള പ്രിമൈസസ് അല്ലെങ്കിൽ 4 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രൊപ്പോസിഷൻസ് നമുക്ക് ടെക്നിക്കലി പറയാം. ഇതിനെ ചേർത്ത് നമ്മളൊരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു സില്ലജിസം, ഡിഡക്റ്റീവ് ആയിട്ടൊരു ആർഗ്യുമെൻറ്റ്, ഒരു സില്ലജിസം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കാറ്റഗോറിക്കൽ സില്ലജിസം. ഓക്കെ, അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. സോ ഇവിടെ നമ്മൾ ഈ ഫാലസി സംഭവിക്കുന്ന എവിടെയാണ്? ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഇഫ് ദെൻ പ്രിമൈസുകൾ ഉൾപ്പെടുന്ന ഒരു സില്ലജിസത്തിലാണ് എന്ത് സംഭവിക്കുക? ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്ന് പറയുന്ന ഒരു ഫാലസി സംഭവിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്തോ ഒരു ആന്റിസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കോൺസിക്വന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ആരും നിങ്ങൾക്ക് വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, എന്താ ഈ ആന്റിസിഡന്റ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വി ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്നാണ് പറയുന്നത് അല്ലേ? ആന്റിസിഡന്റിനെ ഡിനൈ ചെയ്യുന്നിടത്താണ് ഈ ഫാലസി സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ആന്റിസിഡന്റ്, എന്താണ് ഈ കോൺസിക്വന്റ് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ആൻ എക്സാമ്പിൾ. അപ്പം നിങ്ങൾക്ക് എൻറ്റയർ ആയിട്ട് നന്നായി മനസ്സിലാവും. സോ നിങ്ങൾ ഈ ഡിനൈങ് ദി ആന്റിസിഡന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫാലസി ഇൻവേഴ്സ് എററിൻ്റെ ഒരു ഫോർമാറ്റ് ശ്രദ്ധിച്ചാൽ, ഇത് എന്തിലാണ് പ്രശ്നം? ഫോമിലാണ് പ്രശ്നം അല്ലെ? ഫോർമാറ്റിലാണ് പ്രശ്നം. സോ അതിൻ്റെ ഒരു ഫോം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് പി ദെൻ ക്യൂ, നോട്ട് പി ദെയർഫോർ നോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഈ ഒരു പ്രിമൈസിൽ അല്ലെങ്കിൽ ഈ ഒരു സില്ലജിസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രിമൈസ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആദ്യത്തെ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സില്ലജിസിനകത്ത് ആദ്യത്തെ 2 പ്രിമൈസുകൾ എന്ന് വെച്ചാൽ ആ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ 2 പ്രിമൈസ്. ദെയർഫോർ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ കൺക്ലൂഷൻ. അപ്പോൾ ആദ്യത്തെ പ്രിമൈസ് നിങ്ങൾ നോക്കിയാൽ ആ പ്രിമൈസിൻ്റെ ഒരു നേച്ചർ എന്താ? ഇഫ് ദെൻ പ്രിമൈസ് ആണ് അല്ലേ? ഇഫ് പി ദെൻ ക്യൂ, അതാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇഫ് ദെൻ പ്രിമൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന പ്രിമൈസ്, എക്സാമ്പിളിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന പ്രിമൈസിൽ നമ്മുടെ ആന്റിസിഡന്റ് എന്ന് പറയുന്ന ആളാരാണ്? ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ആൾ. ഇഫ് പി എന്ന് വെച്ചാൽ ഇഫിൻ്റെ കൂടെ കിടക്കുന്ന ആളാണ് നമ്മുടെ ആന്റിസിഡന്റ് എന്ന് പറയുന്നത്. ഇഫ് പി അങ്ങനെയാണെങ്കിൽ എന്നുള്ളൊരു മീനിങ് നമ്മൾ വരുന്നത് അല്ലേ? ഇഫ് പി ആണെങ്കിൽ ദെൻ ക്യൂ ആവണം, അതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ ആ ഇഫിൻ്റെ കൂടെ വരുന്ന ആൾ അല്ലെങ്കിൽ ആദ്യം വരുന്ന ആളാണ് ആന്റിസിഡന്റ്.
അപ്പോൾ ആൻറ്റിസിഡൻറ്റ് സംഭവിച്ചാൽ അതിൻ്റെ കോൺസിക്വൻറ്റ് ഇന്നതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതാണ് then Q എന്ന് പറയുന്നത്. ഇഫ് P then Q. ഓക്കെ, നിങ്ങൾ ഇവിടോട്ട് നോക്കി ഇത് എക്സാമ്പിൾ ആണ്. ഈ പ്രിമൈസിന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഇറ്റ് ബാർക്സ് ഇറ്റ് ഈസ് എ ഡോഗ്. നമ്മൾ പറയാണ് ഓക്കെ, ആ സാധനം കുരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു ഡോഗ് ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അഫ്കോഴ്സ് ഇവിടെ then എന്ന് പറഞ്ഞൊരു യൂസേജ് ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം ഇഫ് ഇറ്റ് ബാർക്സ് ഇറ്റ് ഈസ് എ ഡോഗ് എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് ബാർക്സ് then ഇറ്റ് ഈസ് എ ഡോഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻറ്റിസിഡൻറ്റ് ആരാണ് ആദ്യം വരുന്നത്? ഇഫിൻ്റെ കൂടെ വരുന്ന ആൾ. ഇഫ് ഇറ്റ് ബാർക്സ് അത് കുരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻറ്റിസിഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ കോൺസിക്വൻറ്റ് എന്താ? അതൊരു ഡോഗ് ആയിരിക്കണം. സോ ഇറ്റ് ഈസ് എ ഡോഗ്. മനസ്സിലായല്ലോ? ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ രണ്ടാമത്തെ പ്രിമൈസിൽ നോക്കിയേ, ഇഫ് P then Q നോട്ട് P. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വി ആർ ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്. നമ്മൾ ആൻറ്റിസിഡൻറ്റിനെ ഡിനൈ ചെയ്യാണ്. അതങ്ങനെയല്ല എന്ന് ഡിനൈ ചെയ്ത് നമ്മൾ കൺക്ലൂഷനിലേക്ക് വരികയാണ്. എന്താ? ഇവിടേക്ക് എക്സാമ്പിളിലേക്ക് വന്നേ. ഇഫ് ഇറ്റ് ബാർക്സ് ഇറ്റ് ഈസ് എ ഡോഗ്. അപ്പോൾ ഇത് നിങ്ങളുടെ ആൻറ്റിസിഡൻറ്റ്. ഇഫ് ഇറ്റ് ബാർക്സ് അല്ലേ, അതാണ് നിങ്ങളുടെ ആൻറ്റിസിഡൻറ്റ്. കോൺസിക്വൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഡോഗ് എന്നുള്ളതാണ് കോൺസിക്വൻറ്റ്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഈ ആൻറ്റിസിഡൻറ്റ് ഇറ്റ് ബാർക്സ് എന്നുള്ള ആൻറ്റിസിഡൻറ്റിനെ നമ്മൾ ഡിനൈ ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത് അവിടെ? ഇറ്റ് ഡസൻറ്റ് ബാർക്ക്. വി ആർ ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്. കൺക്ലൂഷൻ എന്താ? ഇത് ഈ ആൻറ്റിസിഡൻറ്റിനെ ഡിനൈ ചെയ്ത് ആൻറ്റിസിഡൻറ്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ കോൺസിക്വൻറ്റും തെറ്റാണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് P then Q നോട്ട് P therefore നോട്ട് Q. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഇഫ് ഇറ്റ് ബാർക്സ് ഇറ്റ് ഈസ് എ ഡോഗ്. ഇറ്റ് ബാർക്സ് ഇസ് ദി ആൻറ്റിസിഡൻറ്റ്. ഇറ്റ് ഈസ് എ ഡോഗ് ഇസ് ദ കോൺസിക്വൻറ്റ് ആൻഡ് വി ആർ ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്. നമ്മൾ ഡിനൈ ചെയ്യാണ് ആൻറ്റിസിഡൻറ്റിനെ. ഇറ്റ് ഡസൻറ്റ് ബാർക്ക്. കൺക്ലൂഷൻ എന്താ? therefore ഇറ്റ്സ് നോട്ട് എ ഡോഗ്. ഈ ഫാലസിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ പറയുന്നത് എന്താ? അത് കുരച്ചാൽ അതെന്താണ്? ഡോഗാണ്. പക്ഷേ അത് കുരയ്ക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡോഗ് അല്ല. ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിൽ ഒരു ഇഷ്യൂ ഇല്ലേ, ഒരു പ്രശ്നമില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്ന ഫാലസി. ഇനി നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയേ. ഇറ്റ് ഇസ് എ ഫാലസി ഇൻ ഫോർമൽ ലോജിക് വെയർ ഇൻ എ സ്റ്റാൻഡേർഡ് ഇഫ് ഓർ ദെൻ പ്രിമൈസ് ദി ആൻറ്റിസിഡൻറ്റ്. ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫിൻ്റെ കൂടെ വരുന്ന ആൾ. What comes after the if is made not true, then it is concluded that the consequent is also not true. നമ്മൾ പറയാണ് ഈ ആൻറ്റിസിഡൻറ്റ് ട്രൂ അല്ല, നമ്മൾ അതിനെ ഡിനൈ ചെയ്തിട്ട് അതുകൊണ്ട് കോൺസിക്വൻറ്റ് ശരിയാവത്തില്ല, കോൺസിക്വൻറ്റ് ട്രൂ അല്ല. ഇങ്ങനെ പറഞ്ഞാൽ ആ ഒരു ആർഗ്യുമെൻറ്റിൽ എന്തുണ്ട്? ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു ഫാലസി ഉണ്ട്, ഒരു എറർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡിനൈയിങ് ദി ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്താ ബേസിക്കലി വേണ്ടത്? ഇതിൻ്റെ ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇഫ് കഴിഞ്ഞ് വരുന്ന ഇറ്റ് ബാർക്സ് ഇസ് ദി ആൻറ്റിസിഡൻറ്റ്, ഇറ്റ് ഇസ് എ ഡോഗ് ഇസ് ദ കോൺസിക്വൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ പ്രിമൈസിൽ ഈ ആൻറ്റിസിഡൻറ്റിനെ നമ്മൾ ഡിനൈ ചെയ്യുകയാണ്. ആൻറ്റിസിഡൻറ്റിനെ ഡിനൈ ചെയ്ത് കോൺസിക്വൻറ്റും തെറ്റാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാലസി. ഇറ്റ് ഡസൻറ്റ് ബാർക്ക് therefore ഇറ്റ്സ് നോട്ട് എ ഡോഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആൻറ്റിസിഡൻറ്റിനെ ഡിനൈ ചെയ്തുകൊണ്ട് കോൺസിക്വൻറ്റും ട്രൂ അല്ല എന്ന് നമ്മൾ പറയുന്നു. ഇറ്റ്സ് എ ഫാലസി. സോ ദാറ്റ് ഈസ് ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്. എന്തുകൊണ്ടാണ് ഇത് ഫാലസി ആവുന്നത്? എനിക്ക് എന്താ ഇവിടുത്തെ പ്രശ്നം? നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് ലോജിക്കിൻ്റെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അല്ലേ? എന്നാൽ എന്താ ഇത് ശരിക്കും ടെക്നിക്കലി എങ്ങനെ ഇതൊരു പ്രോബ്ലം ആവുന്നത്? ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദി ആൻറ്റിസിഡൻറ്റ് ബീങ് ഫോൾസ് മീൻസ് ദ കോൺസിക്വൻറ്റ് മസ്റ്റ് ബി ഓൾസോ ഫോൾസ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ആൻറ്റിസിഡൻറ്റ് തെറ്റാണ്, അതുകൊണ്ട് കോൺസിക്വൻറ്റ് തെറ്റാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എവിടെ? ഡിനൈയിങ് ദി ആൻറ്റിസിഡൻറ്റിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ദിസ് ഈസ് എൻ എറർ because conditional statements only say that the consequent must be true when the antecedent is true. They do not say that the consequent is false when the antecedent is false. എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാവുന്നത്? നമ്മളിവിടെ പറയുന്ന ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതെന്താ? ഇഫ് ഇറ്റ് ബാർക്സ് ഇറ്റ് ഇസ് എ ഡോഗ്. ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? ആൻറ്റിസിഡൻറ്റ് ശരിയാണെങ്കിൽ കോൺസിക്വൻറ്റ് ശരിയാണെന്നേ പറയുന്നു. അല്ലെങ്കിൽ ആൻറ്റിസിഡൻറ്റ് തെറ്റായാൽ കോൺസിക്വൻറ്റ് തെറ്റാവുന്ന ഒരു ഐഡിയ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. ഇത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നത് എന്താ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാണ് ഓക്കെ, അതായത് ആൻറ്റിസിഡൻറ്റ് ട്രൂ ആണെങ്കിൽ കോൺസിക്വൻറ്റ് ട്രൂ ആണ്. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഐഡിയ എന്താണ്? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിസിഡൻറ്റ് തെറ്റായാൽ കോൺസിക്വൻറ്റും തെറ്റാണ്. അങ്ങനെ ഒരു ഐഡിയ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത് എന്തായി മാറുന്നത്? ഒരു ഫാലസിയായി മാറുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ട കാര്യം എന്താ? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ട് എന്ത് ഫാലസി അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ
ആദ്യം നിങ്ങൾ നോക്കും ഇവിടെ എന്താ സംഭവം, ഇതിനകത്ത് ആൻറ്റിസിഡന്റ് എന്താ, കോൺസിക്വന്റ് എന്താ, ഈ ആൻറ്റിസിഡന്റിന് എന്താ രണ്ടാമത്തെ പ്രിമൈസിൽ സംഭവിച്ചിരിക്കുന്നത്, കോൺസിക്വന്റിനെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമ്പിൾ നോക്കുമ്പോൾ ഈ ആൻറ്റിസിഡന്റിനെ ഡിനൈ ചെയ്തുകൊണ്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡിനൈങ് ദി ആൻറ്റിസിഡന്റ്. നമ്മൾ പിന്നീട് ഈ രണ്ട് ഫാലസീസ് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1-2 നോക്കും. അപ്പോൾ നിങ്ങൾക്ക് നന്നായി ഈ കോൺസെപ്റ്റ് എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ, ഇപ്പോൾ ഫാലസി 1 നമ്മൾ കഴിഞ്ഞു. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ദാറ്റ് ഇസ് ഡിനൈങ് ദി ആൻറ്റിസിഡന്റ്. ഇനി 2 എന്താ, ദാറ്റ് ഇസ് അഫേമിങ് ദ കോൺസിക്വന്റ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും ഈ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ. അഫേമിങ് ദ കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസിക്വന്റിനെ അഫേം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൺസിക്വന്റ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വി ആർ കമ്മിങ് ടു എ കൺക്ലൂഷൻ. അതായത് കോൺസിക്വന്റ് ശരിയായതുകൊണ്ട് നമ്മൾ എന്ത് പറയാണ്, ഓക്കെ ആൻറ്റിസിഡന്റും ശരിയാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതും എന്താണ്, ഫാലസിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, an error in formal logic where if the consequent is said to be true, the antecedent is said to be true as a result. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ ശരിക്കും ആശയം വ്യക്തമാണ്, അഫേമിങ് ദി കോൺസിക്വന്റ്. ഇവിടെ നോക്കിയ സ്ട്രക്ചർ എന്താ, ഇതിൻ്റെ ഒരു ഫോം എന്താ, ഇഫ് പി ദെൻ ക്യൂ, ക്യൂ therefore പി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇഫ് പി, അപ്പോൾ പി ഈസ് ദി ആൻറ്റിസിഡന്റ്, ക്യൂ ഈസ് ദി കോൺസിക്വന്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ക്യൂവിനെ അല്ലെങ്കിൽ ഈ കോൺസിക്വന്റിനെ അഫേം ചെയ്യാണ്, കോൺസിക്വന്റ് ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് എന്താണ്, ആൻറ്റിസിഡന്റും ശരിയാണ്. ഇതും എന്താണ്, ഫാലസിയാണ്. അപ്പോൾ ഡിനൈങ് ദി ആൻറ്റിസിഡന്റ് നമ്മൾ പറഞ്ഞു. ഡിനൈങ് ദി ആൻറ്റിസിഡന്റിൽ നമ്മൾ എന്താ പറയുന്നത്, ആൻറ്റിസിഡന്റ് തെറ്റായത് കൊണ്ട് കോൺസിക്വന്റും തെറ്റാണ്, അതൊരു ഫാലസിയാണ്. അഫേമിങ് ദ കോൺസിക്വന്റിൽ എന്താ പറയുന്നത്, കോൺസിക്വന്റ് ശരിയായതുകൊണ്ട് ആൻറ്റിസിഡന്റും ശരിയാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ, അത് അഫേമിങ് ദ കോൺസിക്വന്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ടാക്സസ് ആർ ലോവേർഡ് ഐ വിൽ ഹാവ് മോർ മണി ടു സ്പെൻഡ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, അതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഇഫ് ദെൻ പ്രിമൈസിൽ നിന്നാണ് നിങ്ങൾ ഇതിൻ്റെ ആൻറ്റിസിഡന്റും കോൺസിക്വന്റും ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇഫ് ടാക്സസ് ആർ ലോവേർഡ് ഐ വിൽ ഹാവ് മോർ മണി ടു സ്പെൻഡ്. ഇതിൻ്റെ ആൻറ്റിസിഡന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം, ആൻറ്റിസിഡന്റ് എന്താണെന്നുള്ളത് അല്ലേ. ഇഫ് കഴിഞ്ഞ് വരുന്ന ആൾ ഇസ് ദി ആൻറ്റിസിഡന്റ്. സോ ആൻറ്റിസിഡന്റ് എന്താ, ടാക്സസ് ആർ ലോവേർഡ് എന്നുള്ളതാണ് ആൻറ്റിസിഡന്റ്. കോൺസിക്വന്റ് എന്താണ്, ഐ വിൽ ഹാവ് മോർ മണി ടു സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടാക്സസ് ഒക്കെ കുറഞ്ഞു കിട്ടിയാൽ എനിക്ക് ഒത്തിരി പൈസ ചിലവാക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടാവും. സോ ആൻറ്റിസിഡന്റ് ഇസ് ടാക്സസ് ആർ ലോവേർഡ്, കോൺസിക്വന്റ് ഇസ് ഐ വിൽ ഹാവ് മോർ മണി ടു സ്പെൻഡ്. രണ്ടാമത്തെ പ്രിമൈസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് മോർ മണി ടു സ്പെൻഡ്. സോ ഐ ഹാവ് മോർ മണി ടു സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ വിൽ ഹാവ് മോർ മണി ടു സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺസിക്വന്റ് ആണ്. ആ കോൺസിക്വന്റിന് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, അഫേം ചെയ്തിരിക്കുകയാണ്, അത് ശരിയാണ്. ഐ ഹാവ് മോർ മണി ടു സ്പെൻഡ്, എനിക്ക് കുറേ പൈസ ഉണ്ട് ചിലവാക്കാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കൺക്ലൂഷൻ എന്താ, therefore taxes must have been lowered. ഈ പറഞ്ഞിരിക്കുന്ന കോൺസിക്വന്റ് അഫേം ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് കോൺസിക്വന്റ് ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻറ്റിസിഡന്റും ഇവിടെ ശരിയായിരിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, എൻ്റെ ടാക്സസ് ഒക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പൈസ ചിലവഴിക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടാവും. എനിക്ക് ഒത്തിരി പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ ചിലവഴിക്കാൻ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാക്സസ് എന്ത് ചെയ്യണം, കുറച്ച് തരണം. ഒരു പ്രശ്നമില്ലേ, ഒരു ലോജിക്കൽ ഇഷ്യൂ ഇല്ലേ ഇതിനകത്ത്. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് അഫേമിങ് ദി കോൺസിക്വന്റ്. അപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നാൽ അവിടെ അഫേമിങ് ദ കോൺസിക്വന്റ് ആണോ ഡിനൈയിങ് ദി ആൻറ്റിസിഡന്റ് ആണോ, ഇത് എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ പെർട്ടിക്കുലർലി ഈ 2 ഫാലസീസ് ആണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഒരു എക്സ്ട്രാ ആഡ് ഓൺ കൂടെ നിങ്ങൾക്ക് തരാം, ഇത് കൂടി ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു, ഡിനൈയിങ് ദി ആൻറ്റിസിഡന്റ് എന്ന് പറയുന്നൊരു ഫാലസിയാണ്, അഫേമിങ് ദ കോൺസിക്വന്റ് ഒരു ഫാലസിയാണ്. ഈ 2 ഫാലസീസ് ആണ് നമ്മൾ പഠിച്ചത്. സോ ഈ ഫാലസീസ് ആണ് നമ്മളുടെ ഈ ഒരു സെഷനിലെ ടോപ്പിക്. പക്ഷേ ഒരു എക്സ്ട്രാ ആഡ്, എന്താ അത്, ഡിനൈങ് ദി ആൻറ്റിസിഡന്റ് ഒരു ഫാലസിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആൻറ്റിസിഡന്റിനെ അഫേം ചെയ്തുകൊണ്ട് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് വന്നാലോ, അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഡിനൈങ് ദി ആൻറ്റിസിഡന്റ് എന്ന് പറയുന്നൊരു ഫാലസിയാണ്, പക്ഷേ നിങ്ങൾ ആൻറ്റിസിഡന്റിനെ അഫേം ചെയ്തുകൊണ്ടൊരു കൺക്ലൂഷനിലേക്ക് വരാണ്, ദാറ്റ് ഈസ് അഫേമിങ് ദി ആൻറ്റിസിഡന്റ്. അതെന്താണ്, ഒരു വാലിഡ് ആർഗ്യുമെന്റ് ആണ്. പോയിന്റ് നമ്പർ 2, അഫേമിങ് ദ കോൺസിക്വന്റ് ഇസ് എ ഫാലസി. നിങ്ങൾ പഠിച്ചു, അഫേമിങ് ദ കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാലസിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസിക്വന്റിനെ ഡിനൈ ചെയ്തുകൊണ്ട് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് വന്നാലോ, ഡിനൈങ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതും ഈ ഫാലസീസ് ആണ്.
പക്ഷേ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് നമ്മൾ ആ പോയിന്റ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. എങ്ങാനും ഇനി അടുത്ത എക്സാമിന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. സോ ഓപ്ഷൻസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ് ആൻഡ് അഫേമിങ് ദ കോൺസിക്വൻറ്റ്, ഈ 2 ഫാലസീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്ത് കോൺസെപ്റ്റ് പഠിച്ചാലും ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് എന്താൻ പറ്റുള്ളൂ, ഇങ്ങനൊരു ചോദ്യം വന്നാൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പഠിച്ച കാര്യം എക്സാമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ ജൂൺ 2023 നെറ്റ് എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. Which formal fallacy is committed in the following argument? If your pet is a cat, then it has a tail. Your pet is not a cat, therefore your pet does not have a tail. Okay, so if your pet is a cat, then it has a tail. Your pet is not a cat, therefore your pet does not have a tail. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് ഒരു ഇഫ് ദെൻ പ്രിമൈസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: എക്സിസ്റ്റൻഷ്യൽ ഫാലസി, ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്, എക്സ്ക്ലൂസീവ് പ്രിമൈസസ്, അഫേമിങ് ദി കോൺസിക്വൻറ്റ്. ഈ 4 എണ്ണം, ഈ 4 എന്ത് തന്നെയാണ്, ഫോർമൽ ഫാലസീസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ എക്സിസ്റ്റൻഷ്യൽ ഫാലസി, എക്സ്ക്ലൂസീവ് പ്രിമൈസസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരുന്നാൽ നടത്താം. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, വീഡിയോ ക്ലാസ്സസ്, വീഡിയോ ലെക്ചേഴ്സും നോട്ട്സും അതിൻ്റെ PPTs ഒക്കെ നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഈ സെഷനിൽ നമ്മൾ ഈ 2 എണ്ണത്തിലേക്ക് പോകുന്നില്ല. സ്പെസിഫിക്കലി ഈ അടുത്ത എക്സാംസിൽ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്, അഫേമിങ് ദി കോൺസിക്വൻറ്റ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് യുവർ പെറ്റ് ഇസ് എ ക്യാറ്റ് ദെൻ ഇറ്റ് ഹാസ് എ ടെയിൽ. യുവർ പെറ്റ് ഇസ് നോട്ട് എ ക്യാറ്റ് ദെയർഫോർ യുവർ പെറ്റ് ഡസ് നോട്ട് ഹാവ് എ ടെയിൽ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതിൻ്റെ ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും മനസ്സിലാക്കണം. ഇഫ് യുവർ പെറ്റ് ഇസ് എ ക്യാറ്റ് then it has a tail. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻറ്റിസിഡൻറ്റ് എന്താ? ഓക്കെ, then it has a tail എന്നാണ്. ആ ഒരു ക്വസ്റ്റിനകത്തൊരു ഒരു ചെറിയ എറർ ഉണ്ട്. അപ്പോൾ then it has എന്ന് ഓർത്താൽ മതി, ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ്സ് ഓൾ. സോ ഇഫ് യുവർ പെറ്റ് ഇസ് എ ക്യാറ്റ് then it has a tail. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ആൻറ്റിസിഡൻറ്റ് എന്താ? നിങ്ങൾക്കറിയാം, ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ കൂടെ വരുന്നയാൾ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻറ്റിസിഡൻറ്റ്? ഇഫ് യുവർ പെറ്റ് ഇസ് എ ക്യാറ്റ്, യുവർ പെറ്റ് ഇസ് എ ക്യാറ്റ് ഇസ് ദി ആൻറ്റിസിഡൻറ്റ്. then it has a tail. then it has a tail എന്ന് പറഞ്ഞാൽ എന്താണത്? കോൺസിക്വൻ്റ് ആണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് പ്രിമൈസ് നോക്കിയേ, യുവർ പെറ്റ് ഇസ് നോട്ട് എ ക്യാറ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? യുവർ പെറ്റ് ഇസ് എ ക്യാറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻറ്റിസിഡൻ്റ് ആണ്. ആ ആൻറ്റിസിഡൻറ്റിനെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിനൈ ചെയ്തിരിക്കുക. യുവർ പെറ്റ് ഇസ് നോട്ട് എ ക്യാറ്റ്, ഡിനയൽ, right? But denying the antecedent, therefore your pet does not have a tail. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടുത്തെ ആൻറ്റിസിഡൻറ്റിനെ ഡിനൈ ചെയ്തിട്ട് കോൺസിക്വൻറ്റും തെറ്റാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എ ഫാലസി and that can be termed as or termed as denying the antecedent. Denying the antecedent എന്താ? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് എടുക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളത്? ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. ഡിസംബർ 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. If Ramirez is a member of the Animal Rights Society, then he opposes cockfighting. Ramirez opposes cockfighting, therefore Ramirez is a member of the Animal Rights Society. Identify the fallacy in the above argument, and you have the options: denying the antecedent, affirming the consequent, existential fallacy, and undistributed middle. Okay, so ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 4 ഓപ്ഷൻസും ഫോർമൽ ഫാലസിയിൽ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. സോ ഇതിനകത്ത് എല്ലാം നമ്മൾ ഈ പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസത്തിന്റെ ഭാഗമല്ല കേട്ടോ, അത് വേറെ ഫാലസീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതിനകത്ത് എക്സിസ്റ്റൻഷ്യൽ ഫാലസി, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. LMSൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ സെഷനിൽ നമ്മൾ ഡിനൈങ് ദി ആൻറ്റിസിഡൻറ്റ്, അഫേമിങ് ദി കോൺസിക്വൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ആ ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടെ നമുക്ക് ഈ സെഷനിൽ കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കൂ. ഇഫ് റമിറസ് ഇസ് എ മെമ്പർ ഓഫ് ദി ആനിമൽ റൈറ്റ്സ് സൊസൈറ്റി ദെൻ ഹി ഒപ്പോസസ് കോക്ക് ഫൈറ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ട, ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ആൻറ്റിസിഡൻറ്റ് കോൺസിക്വൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻറ്റിസിഡൻറ്റ് എന്താ? ഇഫിൻ്റെ കൂടെ വരുന്നയാൾ ആൻറ്റിസിഡൻറ്റ്, ദെൻ കൂടെ വരുന്ന ആൾ ആരാണ്? കോൺസിക്വൻറ്റ്. അപ്പോൾ നിങ്ങൾ പറ, ഏത് ആൻറ്റിസിഡൻറ്റ് ഏതാ?
Remirez is a member of the Animal Rights Society. That is the antecedent. Consequent എന്താണ്? Then he opposes cockfighting. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ പ്രിമൈസ് ആണ് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള ആൻസറിലേക്കുള്ള ലീഡ് ഇരിക്കുന്നത്. രണ്ടാമത്തെ പ്രിമൈസിൽ എന്താ കിടക്കുന്നത്? റെമിറസ് ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഫർമേഷൻ ആണ്. എന്തിൻ്റെ അഫർമേഷൻ? കോൺസിക്വന്റിന്റെ അഫർമേഷൻ അല്ലേ? അതായത് ഹി ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി കോൺസിക്വന്റ്. ആൻഡ് ഇൻ ദി സെക്കൻഡ് പ്രിമൈസ് ഇറ്റ് ഈസ് അഫേംഡ്. അതായത് റെമിറസ് ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ് അഫേം ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ കോൺസിക്വന്റ് അഫേം ചെയ്തുകൊണ്ട് ആന്റിസിഡന്റും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. Therefore, Remirez is a member of the Animal Rights Society. അപ്പോൾ in this manner നിങ്ങൾക്ക് കൃത്യമായി ഇവിടെ രണ്ടാമത്തെ പ്രിമൈസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ദി അഫർമേഷൻ ഓഫ് ദി കോൺസിക്വന്റ്. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്ന ഫാലസിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. അപ്പം നമ്മളുടെ ആദ്യത്തെ രണ്ട് ടോപ്പിക്സ്, നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഫാലസീസ് ആണ് ആദ്യമായിട്ട് കവർ ചെയ്തത്. സോ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയറിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. അപ്പം നിങ്ങൾ ഫാലസീസ് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു.
ഫോർമൽ ആസ് വെൽ എസ് ഇൻഫോർമൽ ഫാലസി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻഫോർമൽ ഫാലസീസിൻ്റെ എല്ലാം ക്ലാസ്സസും നിങ്ങൾക്ക് എവിടെയുണ്ട്? നിങ്ങളുടെ ആ മാരത്തൺ വീഡിയോയിലുണ്ട്. ഫോർമൽ ഫാലസിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിലൊക്കെ നമ്മൾ ഓൾറെഡി ഒരു സെഷൻ ആ മാരത്തൺ വീഡിയോയിൽ തന്നെ ഒരു പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾ ഫാലസീസ് പഠിക്കുന്നതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട ഇഫ് ദെൻ പ്രിമൈസസ് വരുന്ന കണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് വരുന്ന സിലോജിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സിൽ വരുന്ന 2 പ്രധാനപ്പെട്ട ഫാലസീസ് ആണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ ഫാലസി പഠിച്ചപ്പോൾ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് സ്ട്രക്ചറിനെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു പോയി. ഓക്കെ, now we are moving to the next topic, that is logically equivalent statements. So how to find logically equivalent statements? ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലോജിക്കൽ റീസണിങ്ങിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ നമ്മൾ വളരെ നന്നായി തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എക്സാമിൻ്റെ ടെൻഡൻസിയിൽ അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഈ ലോജിക്കൽ ഈക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പം എല്ലാ ഷിഫ്റ്റിലും തന്നെ അവർ അത്യാവശ്യം ഒരു ചോദ്യമെങ്കിലും ഇതിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് യൂഷ്വലി കാണാറുണ്ട്. ഐ ഷോ യു ഒരു എക്സാമ്പിൾ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ഓൾറെഡി നെറ്റൊക്കെ എഴുതിയിട്ടുള്ളവരോ അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുകയും ഓഫ് കോഴ്സ് നിങ്ങൾ മാരത്തണൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു വീഡിയോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നെറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി അധികം ചോദിച്ച് കാണാറുണ്ട്. എന്താ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലോജിക്കലി ഈക്വലൻറ്റ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരും, 3-4 ഓപ്ഷൻസ് തരും. ആ 3-4 ഓപ്ഷൻസ് വന്നിട്ട് അതിനകത്തുനിന്ന് ലോജിക്കലി ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും? ഇവിടെയാണ് ഈ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബേസിക്കലി പറഞ്ഞാൽ ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിഡക്റ്റീവ് ഇൻഫറൻസസിലേക്ക് എത്താനായിട്ട് 2 പ്രോസസ്സുകൾ 2 ഇൻഫറൻഷ്യൽ പ്രോസസ്സസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്നെന്താണ് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ആണ്, 2 മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഫറൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് ജനറലി അറിയാമായിരിക്കും ഒരു ഡിഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാറ്റഗോറിക്കൽ ആയിട്ടുള്ള സില്ലജിസം അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതിനകത്ത് മെയിൻലി നമ്മൾ ഉൾക്കൊള്ളിക്കുക അല്ലേ. എന്തൊക്കെയാണ് ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെ നമുക്കതിനെ വിശദീകരിക്കാം? ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്നാണ് നമ്മൾ പറയും. നമ്മൾ ഓൾറെഡി കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു എൻ എക്സാമ്പിൾ. ഇപ്പം നമ്മളിങ്ങനെ പറയാം, all men are mortal, Socrates is a man, therefore Socrates is mortal. ഇങ്ങനെ ഒരു സില്ലജിസ്റ്റിൻ്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം 3 പ്രപ്പോസിഷൻസ് അവിടെ ഉണ്ട് അല്ലേ. all men are mortal, Socrates is a man, therefore Socrates is mortal. ഇങ്ങനെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ വെക്കാമെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ആദ്യത്തെ 2 ആളുകൾ, അതായത് all men are mortal, Socrates is a man, ഇത് രണ്ടും നമ്മൾ എന്ത് വിളിക്കും? പ്രിമൈസുകൾ എന്ന് വിളിക്കും. ആ പ്രിമൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കൺക്ലൂഷൻ കണ്ടെത്തുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന പ്രിമൈസുകൾ 2 ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നാൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്. ഇതിനെയാണ് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസിനെയാണ് നമ്മൾ സില്ലജിസം എന്ന് പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് വി ഹാവ് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്. ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രപ്പോസിഷൻസിൽ ആ പറഞ്ഞ 2 പ്രിമൈസസ് ഉപയോഗിക്കേണ്ട. അതിനകത്ത് ഒരൊറ്റ പ്രിമൈസിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ഒരു പെർട്ടിക്കുലർ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രപ്പോസിഷനിൽ നിന്ന് ഒരു ഡിറൈവ് ചെയ്തൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന മെത്തേഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ കൺക്ലൂഷൻ ഈസ് ഡെഡ്യൂസ്ഡ് ഫ്രം വൺ ഓഫ് ദി ഗിവൺ പ്രപ്പോസിഷൻസ് ബൈ എനി ഓഫ് ദി 3 വേസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൺക്ലൂഷൻ നമുക്ക് തന്നിരിക്കുന്ന പ്രപ്പോസിഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഡയറക്റ്റ്ലി ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാൻ 3 മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് മെത്തേഡ്സ്? കൺവേർഷൻ, ഒബ്വേർഷൻ ആൻഡ് കോൺട്രപോസിഷൻ. അപ്പോൾ ഈ കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രപോസിഷൻ എന്ന് പറഞ്ഞ ഐഡിയനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് എന്താ ശരിക്കും ഈ ഒരു പ്രോസസ്സിലൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായാൽ ലോജിക്കൽ ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഐഡൻറ്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളിവിടെ
ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രപോസിഷൻ, ഇതൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്ന ബേസിക് ഐഡിയ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൺവേർഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന കൺക്ലൂഷൻ ആണെന്ന് മാത്രമല്ല അതിനോട് ലോജിക്കലി ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ആയിരിക്കും. അങ്ങനെ അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളും ഉണ്ട്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു വീഡിയോയുടെ ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൺവേർഷൻ എന്താ, ഒബ്വേർഷൻ എന്താ, കോൺട്രപോസിഷൻ എന്താ, ഇത് പഠിക്കും. അതിനുശേഷം നമ്മൾ കണ്ട പോലെയുള്ള, ഇപ്പം നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടു, അതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് ആൻസർ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൺവേർഷൻ എന്താ, നമുക്ക് എങ്ങനെ കൺവേർഷൻ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ദ കൺവേർഷൻ പ്രൊസീഡ്സ് വിത്ത് ഇന്റർചേഞ്ചിങ് ദ സബ്ജക്ട് ടേം ആൻഡ് പ്രെഡിക്കേറ്റ് ടേം. That is, the subject term of the premise becomes the predicate term of the conclusion, and the predicate term of the premise becomes the subject term of the conclusion. Conversion ചെയ്യാൻ ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് 4 ഉണ്ട്, അതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ജനറൽ റൂൾ എന്താ, കൺവേർഷനിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിടാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയാണ് സം പോയറ്റ്സ് ആർ മ്യൂസീഷ്യൻസ് എന്ന് പറയാമെന്ന് വിചാരിക്കുക. സം പോയറ്റ്സ് ആർ മ്യൂസീഷ്യൻസ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് ടേം ഏതാ, സം പോയറ്റ്സ് ആർ മ്യൂസീഷ്യൻസ് അല്ലേ. അപ്പോൾ അതിനകത്ത് പോയറ്റ്സ് ആണ് സബ്ജക്റ്റ് അല്ല, അതിൻ്റെ ആദ്യത്തെ വരുന്ന സം പോയറ്റ്സ് ആർ മ്യൂസീഷ്യൻസ്. ആ മ്യൂസീഷ്യൻസ് ആണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ സം പോയറ്റ്സ് ആർ മ്യൂസീഷ്യൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് പോയറ്റ്സ് ആ ഒരു പെർട്ടിക്കുലർ വേർഡാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, മ്യൂസീഷ്യൻസ് ആണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ കൺവേർഷൻ ചെയ്യാം, ഈ സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. ദിസ് ഇസ് ദ ഐഡിയ. കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കത് മനസ്സിലായി. സബ്ജക്ട് പ്രെഡിക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും അത് അറിയില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പ്രപ്പോസിഷനാണ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ സം പോയിറ്റ്സ് ആർ മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷൻ, ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്ന പ്രപ്പോസിഷനെ നമ്മൾ കൺവേർട്ട് ഉണ്ടെന്നും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന, അതായത് ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടില്ലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, അതിൻ്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ കൺക്ലൂഷനെ നമ്മൾ ടെക്നിക്കലി ദ കൺവേഴ്സ് എന്ന് വിളിക്കും. സോ അത് അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ ടേമുകൾ ജസ്റ്റ് പരിചയപ്പെടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി പെർട്ടിക്കുലർലി നമ്മൾ എങ്ങനെയാണ് ഈ കൺവേർഷൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് പോവാം. എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഈസിലി ആദ്യം പഠിക്കാൻ പറ്റുന്ന 2 എണ്ണം നമുക്ക് പഠിക്കാം. അപ്പോൾ ജനറലി നമ്മൾ പറഞ്ഞു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്. എ, ഇ, ഐ, എൻ, ഒ. എ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ എസ് എസ് പി, എല്ലാ എസ് എൻ പി ആണ്, എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് അല്ലേ, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. യൂണിവേഴ്സൽ അഫർമേഷൻ പോസിറ്റീവ് ആണ്. ഇനി ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, നോ എസ് എസ് പി. ഒരു എസ് എം പി അല്ല, അല്ലെങ്കിൽ ഒരു ഫിഷും ബേർഡ് അല്ല, നോ ഫിഷ് ഇസ് ബേർഡ്. അപ്പം നോ ഫിഷ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആണ്, ഒരു ഫിഷും അല്ല. ഇനി എന്താ, ഡിനയൽ ആണ് അല്ലേ, ഒരു നെഗറ്റീവ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതെന്താണ്, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. സം എസ് എസ് പി കുറച്ച് എസ് പി ആണ്, അതായത് കുറച്ച് പോയിറ്റ്സ് സിംഗേഴ്സ് ആണ്, കുറച്ച് പേര്. അപ്പോൾ പർട്ടിക്കുലർ ആണ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പോസിറ്റീവ് അല്ലേ, സം പോയിറ്റ്സ് ആർ സിംഗേഴ്സ്, സോ ദാറ്റ് ഇസ് പെർട്ടിക്കുലർ അഫർമേറ്റീവ്. Some is not P, some is not P, some, that is particular. Some is not P negative, that is particular negative. അപ്പോൾ നമുക്ക് 4 പ്രപ്പോസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ കൺവേഴ്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കൺവേർഷൻ ചെയ്യാം. ബേസിക് റൂൾ എന്താ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. എക്സെപ്ഷൻസിലേക്ക് നമ്മൾ പിന്നീട് വരും. ഇതിനകത്ത് ആദ്യം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഇതിനകത്ത് എക്സെപ്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം. നോ എസ് എസ് പി, നോ എസ് എസ് പി എന്ന് പറയുന്ന യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ്റെ കൺവേർഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, സിമ്പിൾ റൂൾ ആപ്ലിക്കേഷൻ. ദാറ്റ് ഇസ് നോ പീസ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിക്കുക. നോ ഫിഷ് ഇസ് ബേർഡിൻ്റെ കൺവേഴ്സ് എന്താ, നോ ബേർഡ് ഈസ് ഫിഷ്, ബേസിക് തിങ്. രണ്ടാമത് സം എസ് എസ് പി, സം എസ് എസ് പിയുടെ കൺവേഴ്സ് എന്താ, സം P is S. Okay, some P is S എന്ന് പറഞ്ഞാൽ some poets are singers എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺവേഴ്സ് some singers are poets എന്ന് നിങ്ങൾക്ക് എടുക്കാം. some poets are singersൻ്റെ ഓപ്പോസിറ്റ് എന്താ, some singers are poets. കിട്ടിയല്ലോ. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ കൺവേർഷനിൽ ഈ സം എസ് ഇസ് നോട്ട് പി, അതായത് പെർട്ടിക്കുലർ നെഗറ്റീവ്, അതിന് നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു കൺവേർഷൻ പോസിബിൾ അല്ല. അത് മനസ്സിലാക്കണം കേട്ടോ. സം എസ് ഇസ് നോട്ട് പിക്ക് വാലിഡ് ആയിട്ടുള്ളൊരു കൺവേർഷൻ പോസിബിൾ അല്ല.
അത് ഓർത്തിരിക്കാനുള്ള എക്സെപ്ഷനാണ്. ഇനി നിങ്ങൾ ആദ്യത്തെ ആളിലേക്ക് വന്നേ, ഓൾ SSP. ഓൾ SSP എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാ ഡോഗ്സും മാമൽസ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ നിങ്ങൾ പറയാം ഒരു ഫിഷും ബേർഡ് അല്ല എന്ന് പറഞ്ഞാലും ഒരു ബേർഡും ഫിഷ് അല്ലെന്ന് പറഞ്ഞാലും അത് മീനിങ് വൈസ് സിമിലർ ആണ് അല്ലേ. ഒരു ഫിഷും ബേർഡ് അല്ലെന്ന് പറഞ്ഞാലും ഒരു ബേർഡ് ഫിഷ് അല്ലെന്ന് പറഞ്ഞാലും ഒരേ ആശയം വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഡോഗും അല്ലെങ്കിൽ എല്ലാ ഡോഗും മാമൽ ആണെന്ന് പറയുന്നതും എല്ലാ മാമലും ഡോഗ് ആണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാ ഡോഗും മാമലാണ് നമ്മൾ പറയാമെന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാം എല്ലാ മാമലും ഡോഗാന്ന് പറഞ്ഞാൽ കാര്യം ശരിയാവോ? കാരണം ഡോഗ്സ് എല്ലാം മാമൽസാണ്. പക്ഷെ മാമൽസ് എല്ലാം ഡോഗ്സ് ആണോ? അല്ല. മാമൽസ് എന്ന് പറഞ്ഞാൽ വലിയ കാറ്റഗറിയാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് മാത്രമാണ് ആര്? ഡോഗ്സ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്നുള്ള കോൺസെപ്റ്റിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊപ്പോസിഷനെ യൂഷ്വലി കൺവേർഷനിൽ സംഭവിക്കുന്ന അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഓൾ SSP അല്ലെങ്കിൽ ഓൾ ഡോഗ്സ് ആർ മാമൽസിൻ്റെ കൺവേർഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ കൺവേർഷൻ അല്ലെങ്കിൽ കൺവേഴ്സ് ബൈ ലിമിറ്റേഷൻ എന്ന് പറയും. ഇവിടുത്തെ ഇതിൻ്റെ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൺവേർഷൻ എന്താ, സം മാമൽസ് ആർ ഡോഗ്സ് ആണ്. സം മാമൽസ് ആർ ഡോഗ്സ്. ഇത് കുറച്ചുകൂടെ ലോജിക്കലി വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിലേക്ക് പോകണം. അവിടുത്തെ നിങ്ങൾക്ക് സബോൾട്ടിനേഷൻ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിലേക്കൊക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എന്താ ഈ സംഭവം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത്രയും ഡീറ്റെയിലിലേക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് കുറേ കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. പിന്നെ അത് എക്സ്ട്രാ വേറൊരു ടോപ്പിക് ഞാൻ ആ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ മുഴുവനായിട്ട് വിശദീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള ലോജിക്കൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ജസ്റ്റ് ഇതിൻ്റെ കൺവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ലോജിക്കൽ ഈക്വലൻ്റ് ഏതാണ്, വാലിഡ് ആണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കിയാൽ മതിയാവും. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിനകത്തെ കോൺസെപ്റ്റ് ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ സബോൾട്ടിനേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും ഒരു ഡെപ്തിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിനകത്ത് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു വെക്കാം, ഓൾ ഡോഗ്സ് ആർ മാമൽസ് അല്ലെങ്കിൽ ഓൾ SSPയുടെ കൺവേഴ്സ് എന്താ, സം പീസസ്. ഓക്കെ, നോ SSP നോ പീസസ്, സം SSP സം പീസസ്, സം SS നോട്ട് P അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ഇല്ല. ഇനി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ലോജിക്കലി ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ according to traditional logic, although conversion for A propositions is valid by limitation, but the converse and convertant are not logically equivalent. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഈ നോ SSP നോ PSS ആക്കുന്നതും സം SSP സം PSS ആക്കുന്നതും ഇത് രണ്ടും വാലിഡുമാണ്, ലോജിക്കലി ഇക്വലൻറ്റുമാണ്. എന്ന് പറഞ്ഞാൽ നോ ഫിഷ് ഇസ് ബേർഡും നോ ബേർഡ് ഇസ് ഫിഷും ഒരേ ആശയമാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും വാലിഡുമാണ്, അതോടൊപ്പം തന്നെ എന്താണ്, ലോജിക്കലി ഇക്വലൻറ്റുമാണ്. പക്ഷെ പ്രോബ്ലം എന്താ, ഈ ഓൾ SSP എന്ന് പറയുന്ന യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ നിങ്ങൾക്ക് കൺവേഴ്സ് എടുക്കാം, വാലിഡ് ആയിട്ടുള്ളൊരു കൺവേഴ്സ് എടുക്കാം, അതിനെ സം PSS എന്ന് കൊടുക്കാം. പക്ഷേ അത് ലോജിക്കലി ഇക്വലൻ്റ് അല്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, എല്ലാ ഡോഗ്സും മാമൽസ് ആണെന്ന് പറയുന്നതും കുറച്ച് മാമൽസ് ഡോഗ്സ് ആണെന്നും പറയുന്നത് കൺവേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ വാലിഡ് ആണ്. പക്ഷേ അത് രണ്ടും ഒരേ മീനിങ് ആണോ കൺവേ ചെയ്യുന്നത്? അല്ല. സോ ദേ ആർ നോട്ട് ലോജിക്കലി ഇക്വലന്റ്. പോയിന്റ് മനസ്സിലായല്ലോ? ഓൾ SSP സം പീസസ് വാലിഡ് കൺവേർഷൻ ബട്ട് നോട്ട് ലോജിക്കലി ഇക്വലന്റ്. നോ SSP നോ പീസസ്, സം SSP സം പീസസ് ഇത് രണ്ടും വാലിഡുമാണ്, ലോജിക്കലി ഇക്വലന്റുമാണ്. സം SS നോട്ട് Pക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കാം. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അടുത്തത് ഒബ്വേർഷൻ ആണ്. നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു. ഒബ്വേർഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക. പ്രപ്പോസിഷന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ട് പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. ഇതാണ് റൂള്. ഓക്കെ, ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ പ്രപ്പോസിഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ക്വാണ്ടിറ്റി എന്നൊരു കോൺസെപ്റ്റും ഉണ്ട്, ക്വാളിറ്റി എന്നൊരു കോൺസെപ്റ്റും ഉണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ ആണോ അതോ പർട്ടിക്കുലർ ആണോ, ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി. യൂണിവേഴ്സൽ ആണോ പർട്ടിക്കുലർ ആണോ, അതാണ് ക്വാണ്ടിറ്റി. ക്വാളിറ്റി എന്താ, അത് നെഗറ്റീവ് ആണോ അതോ അഫർമേറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ, ദാറ്റ് ഈസ് ദ ക്വാളിറ്റി. അത് മനസ്സിലായല്ലോ? യൂണിവേഴ്സൽ, പർട്ടിക്കുലർ, ക്വാണ്ടിറ്റി. പിന്നെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ അഫർമേറ്റീവും നെഗറ്റീവും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒബ്വേർഷനിൽ ചെയ്യേണ്ട കാര്യം എന്താ, ആദ്യം നമ്മൾ ഈ ക്വാളിറ്റി മാറ്റണം. അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അതിനെ എന്താക്കണം, യൂണിവേഴ്സൽ
നെഗറ്റീവ് ആക്കണം. ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യരുത്, ക്വാളിറ്റി മാത്രം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. ഈ പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ട് ചിന്തിക്കേണ്ട. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇത്രയേ ഉള്ളൂ. ആ ടേമിന് മുമ്പിലേക്ക് NON നോൺ എന്ന് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, മാമൽസ് എന്ന് പറയുന്ന ടേമിന്റെ കോംപ്ലിമെന്റ് എന്താ? നോൺ മാമൽസ്. ഡോഗ്സ് എന്ന് പറയുന്ന ടേമിന്റെ കോംപ്ലിമെന്റ് എന്താ? നോൺ ഡോഗ്സ്. പോയിന്റ് മനസ്സിലായല്ലേ? അങ്ങനെ അങ്ങ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ ടേബിൾ നോക്കിയേ. ഓൾ ഡോഗ്സ് ആർ മാമൽസ്. ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഒബ്വേർഷൻ എടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ യൂണിവേഴ്സൽ നെഗറ്റീവ് ആക്കുക. യൂണിവേഴ്സൽ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓൾ ഡോഗ്സ് ആർ മാമൽസിനെ നോ ഡോഗ്സ് ആർ മാമൽസ് എന്നാക്കണം. പോയിന്റ് മനസ്സിലായില്ലേ? ഓൾ ഡോഗ്സ് ആർ മാമൽസിനെ നോ ഡോഗ്സ് ആർ മാമൽസ് എന്നാക്കിയിട്ട് മാമൽസ് ആണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. നിങ്ങൾക്ക് അറിയാലോ, ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ ഡോഗ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റും മാമൽസും നിങ്ങളുടെ പ്രെഡിക്കേറ്റും ആണ്. അപ്പൊ ആ പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. പ്രെഡിക്കേറ്റ് ടേമിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നത് എങ്ങനെയാ? അതിനോടുകൂടി നോൺ എന്ന് പറയുന്ന ഒരു ടേം കൂടി എക്സ്ട്രാ ഒന്ന് ആഡ് ഓൺ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഓൾ ഡോഗ്സ് ആർ മാമൽസിന്റെ ഒബ്വേഴ്സ് എന്താ? നോ ഡോഗ്സ് ആർ നോൺ മാമൽസ്. മനസ്സിലായല്ലോ? നോ പോയറ്റ്സ് ആർ സിംഗേഴ്സ്, യൂണിവേഴ്സൽ നെഗറ്റീവ്. അതെന്താക്കണം? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആക്കിയിട്ട് സിംഗേഴ്സ് എന്ന പ്രെഡിക്കേറ്റിന്റെ കൂടെ നോൺ ആഡ് ചെയ്യണം, കോംപ്ലിമെന്റ് എടുക്കണം. അപ്പൊ എന്ത് വരും? ഓൾ പോയറ്റ്സ് ആർ നോൺ സിംഗേഴ്സ്. സം നഴ്സസ് ആർ ഡോക്ടേഴ്സ്. സം നഴ്സസ് ആർ ഡോക്ടേഴ്സ്. സം ആണ് പെർട്ടിക്കുലർ അഫർമേറ്റീവ്. ഇതിനെ പർട്ടിക്കുലർ നെഗറ്റീവ് ആക്കണം, ഒന്ന് സം നോട്ട് ആക്കണം. എന്നിട്ട് ഡോക്ടേഴ്സിന് മുന്നിൽ ഒരു നോൺ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? സം നഴ്സസ് ആർ നോട്ട് നോൺ ഡോക്ടേഴ്സ്. ഓക്കെ, then some politicians are not statesmen. ഇത് നെഗറ്റീവ് സെന്റൻസ് ആ. സം നോട്ട്, അതിനെ എന്താക്കണം? അഫർമേറ്റീവ് ആക്കണം, പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആക്കണം. ആ നോട്ട് കളഞ്ഞിട്ട് സം മാത്രം എടുത്തിട്ട് സ്റ്റേറ്റ്സ്മെന്റിന്റെ മുമ്പിൽ, പ്രെഡിക്കേറ്റിന് മുമ്പിൽ നോൺ ആഡ് ചെയ്യുക. അപ്പോൾ സം പൊളിറ്റീഷ്യൻസ് ആർ നോൺ സ്റ്റേറ്റ്സ്മെൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഒബ്വേർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ 4 പ്രൊപ്പോസിഷൻസും നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒബ്വേർഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. വാലിഡ് ആയിട്ടുള്ള ഒബ്വേർഷൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, ദേ ആർ ലോജിക്കലി ഇക്വലന്റ് ടു. ഓക്കെ, അപ്പോൾ ഒബ്വേർഷനകത്ത് എല്ലാ പ്രൊപ്പോസിഷൻസിലും നമുക്ക് വാലിഡ് ആയിട്ടുള്ള അതിൻ്റെ ഒബ്വേഴ്സ് എടുക്കാൻ സാധിക്കുന്നു. അതെല്ലാം ലോജിക്കലി ഇക്വലന്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല, എല്ലാം പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ സെയിം റൂൾ ഉപയോഗിച്ച് 4 നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ തിങ്സ് ആർ ഫൈൻ വിത്ത് ഒബ്വേർഷൻ. സോ ദേ ആർ വാലിഡ് ആസ് വെൽ as logically equivalent. Coming to the third way in immediate deductive inference, that is contraposition. In contraposition എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? First replace the subject and predicate terms in the preposition and then exchange both these terms with their complements. Okay, അപ്പോൾ എന്താ ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ കോൺട്രപ്പൊസിഷൻ 2 രീതിയിൽ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺട്രപ്പൊസിഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരിടം ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലോജിക്കലി ഇക്വലന്റ് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പക്ഷെ ആ മെത്തേഡ് എന്താണ്, അതെങ്ങനെ ചെയ്യാം, അത്രയും ഒന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ബട്ട് ഐ ജസ്റ്റ് ഷോ യു എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കലി ഇക്വലന്റ് ആണോ എന്നുള്ളത് പറയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം മറ്റേ സ്റ്റെപ്പ് അല്ലെങ്കിൽ മറ്റു റൂൾ എന്താണെന്നുള്ളത് കാണിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഷോ യു ബോക്സ് ഓർ ടേബിൾ, അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതിയാവും. സോ കോൺട്രപ്പൊസിഷൻ്റെ റൂൾ എന്താ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം. അതിനെ റീപ്ലേസ് ചെയ്യണം. കൺവേർഷൻ ചെയ്ത പരിപാടി. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും, ഈ തിരിച്ചിട്ട രണ്ടിൻ്റെയും കോംപ്ലിമെൻ്റ് എടുക്കണം. കോംപ്ലിമെൻ്റ് എങ്ങനെ എടുക്കാം? അതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നോൺ കൂടി ആഡ് ചെയ്യാം. റൂള് മനസ്സിലായല്ലോ? ഇനി വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ മെത്തേഡ് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് കേട്ടോ. ഈ സാധനം നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ശരിക്കും ഇത് ലോജിക്കലി ഇക്വലന്റ് ആണോ അല്ലെങ്കിൽ കോൺട്രപോസിറ്റീവ് കൃത്യമായിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് മനസ്സിലാവുന്നവർ ഇത് ഫോളോ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ശേഷം പറയാൻ പോകുന്ന ടേബിൾ നിങ്ങൾ ഫോക്കസ് ചെയ്താലും മതിയാവും. ഓക്കെ, there is another way through which we can get contraposition. That is by first obverting, then converting and then again obverting it again. എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ റൂൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് രണ്ടിനെയും കോംപ്ലിമെന്റ് എടുക്കാം. ദാറ്റ് ഇസ് എ സിമ്പിൾ റൂൾ. ഇതിൻ്റെ വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് വേറൊരു രീതിയിൽ ഇത് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രൊപ്പോസിഷൻ നിങ്ങൾക്ക് തന്നാൽ ആദ്യം അതിനെ ഒബ്വേർട്ട് ചെയ്യണം. ഒബ്വേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാം. ഒബ്വേർഷൻ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒബ്വേർട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റിന്റെ കൺവേർഷൻ എടുക്കണം. കൺവേർഷൻ നിങ്ങൾക്കറിയാം. മൂന്നാമത് എന്താ? വീണ്ടും അതിനെ ഒബ്വേർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടും.
അത് ഒരു പെർട്ടിക്കുലർ ഗിവൺ സ്റ്റേറ്റ്മെന്റിന്റെ എന്തായിരിക്കും? കോൺട്രപോസിറ്റീവ് ആയിരിക്കും. ഈ സ്റ്റെപ്സ് ഒന്നും അത്ര അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും കോൺട്രപോസിറ്റീവ് എന്താണ്, അത് ഇപ്പം ഓൾ SSP ആണെങ്കിൽ അതിന് കോൺട്രപോസിറ്റീവ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ സൂപ്പർഫിഷ്യലി അല്ല, എൻ്റെ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊരു താല്പര്യം പല ലേണേഴ്സിനും ഉണ്ടാവും. ചുമ്മാ ഇങ്ങനെ കാണാതെ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ലോജിക് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്സാമ്പിളെ കാണിക്കുന്നുള്ളൂ, എല്ലാത്തിനെയും കാണിക്കുന്നില്ല. ഈ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ ബാക്കിയുള്ളതിന് ചെയ്താലും നിങ്ങൾക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. ടേബിൾ ഞാൻ പിന്നീട് കാണിക്കാം. ഇത് ബുദ്ധിമുട്ടുള്ളവർ ടേബിൾ പഠിച്ചാൽ മതി. ടേബിളാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഓൾ ഡോഗ്സ് ആർ മാമൽസ്. ഓൾ ഡോഗ്സ് ആർ മാമൽസ് റൂൾ വെച്ചിട്ടാണെങ്കിൽ സിമ്പിളി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. എന്നിട്ട് രണ്ടിൻ്റെയും കോംപ്ലിമെൻ്റ് എടുക്കാം. അപ്പോൾ എന്തെങ്കിലും കിട്ടും? ഓൾ നോൺ മാമൽസ് ആർ നോൺ ഡോഗ്സ്. ഓൾ നോൺ മാമൽസ് ആർ നോൺ ഡോഗ്സ്. ഇതാണ് ബേസിക്കലി ഇതിൻ്റെ കോൺട്രപോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണെങ്കിലോ ഓൾ ഡോഗ്സ് ആർ മാമൽസ് ഉള്ളതിനെ ഒബ്വേർഡ് കൺവേർട്ട് ഒബ്വേർഡ്. ദിസ് ഈസ് ദി ഐഡിയ. അപ്പോൾ ഇതിനെ നിങ്ങൾ ആദ്യം ഒബ്വേർട്ട് ചെയ്യുക. ഒബ്വേർട്ട് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി മാറ്റിയതിന് ശേഷം പ്രെഡിക്കേറ്റിൻ്റെ കൂടി നോൺ ആഡ് ചെയ്യാൻ കോംപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ ഓൾ ഡോഗ്സ് ആർ മാമൽസ് ഒബ്വേർട്ട് ചെയ്യുമ്പോൾ നോ ഡോഗ്സ് ആർ നോൺ മാമൽസ് എന്ന് പറയും. ഇനി ഇതിൻ്റെ കൺവേർഷൻ എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അപ്പോൾ എന്ത് കിട്ടും? നോ നോൺ മാമൽസ് ആർ ഡോഗ്സ് എന്ന് കിട്ടും. ഇനി അതിനെ വീണ്ടും മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒബ്വേർട്ട് ചെയ്യുക. ഒബ്വേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്വാളിറ്റി മാറ്റിയിട്ട് പ്രെഡിക്കേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓൾ നോൺ മാമൽസ് ആർ നോൺ ഡോഗ്സ് എന്ന് കിട്ടും. അപ്പോൾ സിമ്പിളി പറഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് കോംപ്ലിമെൻ്റ് എടുത്താൽ കിട്ടുന്ന അതേ സംഭവമാണ് ഈ സ്റ്റെപ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞ എന്താ? ഇങ്ങനെ ഈ 3 സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് വാലിഡ് ആയിട്ടൊരു കോൺട്രപോസിറ്റീവ് ആവുള്ളൂ. ഒരു സിറ്റുവേഷനിൽ, ഒരു എക്സെപ്ഷനിൽ മാത്രം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൺവേർഷനിൽ പറഞ്ഞതുപോലെ ത്രൂ ലിമിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് പുറകിലുള്ള ലോജിക് എന്താണെന്നുള്ളത് കാണിക്കാൻ മാത്രം ഞാനിത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ടേബിൾ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഓൾ SSP എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ അഫർമേറ്റീവിൻ്റെ കോൺട്രപോസിഷൻ എന്താ? ഓൾ നോൺ P as നോൺ S. അത് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രപോസിറ്റീവ് ആണ്. അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവിൻ്റെ കോൺട്രപോസിറ്റീവ് വാലിഡ് ആണ്, ലോജിക്കലി ഇക്വലൻറ്റും ആണ്. ഇനി നോ SSPയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ജനറൽ റൂൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺട്രപോസിറ്റീവ് എന്താ? നോൺ P as നോൺ S എന്നുള്ളതാണ് അതിൻ്റെ കോൺട്രപോസിറ്റീവ്. പക്ഷേ ഈ കോൺട്രപോസിറ്റീവ് വാലിഡ് അല്ല. ഇവിടെ നമുക്ക് ത്രൂ ലിമിറ്റേഷനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ കൺവേർഷനിൽ ഒരു എക്സെപ്ഷൻ കണ്ടില്ലേ ഓൾ SSPക്ക്? അതേ റൂളാണ് ഇവിടെ. അപ്പം നോ SSPയുടെ കോൺട്രപോസിറ്റീവ് ഏതാ? സം നോൺ P as നോട്ട് നോൺ S. ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ഓർക്കേണ്ട കാര്യം എന്താ? നോ SSPയുടെ കോൺട്രപോസിറ്റീവ് വാലിഡ് വിത്ത് ലിമിറ്റേഷൻ. ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രപോസിറ്റീവ് അല്ല, കൺവേർഷനിൽ കണ്ടതുപോലെ വാലിഡ് വിത്ത് ലിമിറ്റേഷൻ ആണ്. അപ്പോൾ നോ SSPയുടെ കോൺട്രപോസിറ്റീവ് എന്താ? സം നോൺ P as നോട്ട് നോൺ S എന്ന് ഓർക്കുക. ഇത് വാലിഡ് ആണ്, പക്ഷെ ലോജിക്കലി ഇക്വലന്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇനി സം SSPയുടെ കോൺട്രപോസിറ്റീവ് എന്താ? സം നോൺ P as നോൺ S. അത് വാലിഡ് ആണോ? അത് വാലിഡ് അല്ല. ദർ ഇസ് നോ വാലിഡ് കോൺട്രപോസിറ്റീവ് ഫോർ സം SSP അല്ലെങ്കിൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ്. അടുത്തത് സം SS നോട്ട് Pയുടെ കോൺട്രപോസിറ്റീവ് എന്താ? സം നോൺ P is നോട്ട് നോൺ S ആൻഡ് അത് വാലിഡ് ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കോൺട്രപോസിറ്റീവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഓൾ SSPയും സം SS നോട്ട് Pയും, അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവുമാണ് വാലിഡ് ആയിട്ടുള്ള കോൺട്രപോസിറ്റീവ് സാധിക്കുന്നത്. അതായത് ഡയറക്ട്ലി തന്നെ വാലിഡ് ആയിട്ടുള്ള കോൺട്രപോസിറ്റീവ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ. നോ SSP ഒരു എക്സെപ്ഷൻ ആണ്. അതിനകത്ത് നമുക്ക് കോൺട്രപോസിറ്റീവ് സാധിക്കും, പക്ഷെ അതെന്താണ്? സം നോൺ P is നോട്ട് നോൺ S ആണ്, വാലിഡ് ആണ്, ലോജിക്കലി ഇക്വലന്റ് അല്ല. സം SSP ആണെങ്കിലോ സം SSPക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രപോസിറ്റീവ് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്മളോട് ആദ്യത്തെ നമ്മൾ സാമ്പിൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയത്. സോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഈക്വലന്റ്? ആൻഡ് വി ഹാവ് ദ സ്റ്റേറ്റ്മെന്റ്സ് സം physicists are outstanding professors, some physicists are not non-outstanding professors, no outstanding professors are physicists, some non-outstanding professors are not non-physicists. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് ഓക്കെ ഇത്രയും കാര്യങ്ങളുണ്ട്, എങ്ങനെ ഇത് കണ്ടുപിടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട.
ആദ്യം വളരെ വൈസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഓൾ SSP, നോ SSP, സം SSP, സം SS നോട്ട് പി. ഇതാണ് വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാം. ആ സ്റ്റാൻഡേർഡ് ഫോം ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒബ്വേർഷനോ കൺവേർഷനോ കോൺട്രപോസിറ്റീവോ ഒക്കെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഫുള്ളി കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ മൊത്തം ഉണ്ടാകുന്നത്. ഇനിഷ്യൽ സ്റ്റെപ്പ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രപോസിഷൻ ഒക്കെ നോക്കാം. നിങ്ങൾ നോക്കിയതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സം ഫിസിസിസ്റ്റ് ആർ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സ്. ആ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ലെ, സം SSP എന്ന് പറയുന്ന പർട്ടിക്കുലർ അഫർമേറ്റീവ് ആയിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ്റെ ഒരു ഫോമാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന സം ഫിസിസിസ്റ്റ് ആർ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സ്. ഈ സം ഫിസിസിസ്റ്റ് ആർ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സ് നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് വെച്ച് നിങ്ങൾ ബാക്കി ഓപ്ഷൻസിനെ കമ്പയർ ചെയ്യുക. ബാക്കി ഓപ്ഷൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും? ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ലോജിക്കലി ഈക്വലൻ്റ് ആയിട്ടുള്ള കൺവേർഷനോ ഒബ്വേർഷനോ കോൺട്രപോസിറ്റീവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, സം ഫിസിസിസ്റ്റ് ആർ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സും ബി ഓപ്ഷൻ എന്താ? സം ഫിസിസിസ്റ്റ് ആർ നോട്ട് നോൺ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സും. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ഈ സം ഫിസിസിസ്റ്റ് ആർ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സിൻ്റെ ക്വാളിറ്റി മാറ്റിയിട്ട്, സം നോട്ട് ക്വാളിറ്റി മാറ്റി അതിൻ്റെ പ്രെഡിക്കേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്ഷൻ ബി. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? ഈ എ ഓപ്ഷൻ, എ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്വേഴ്സ് ആണ് എന്ത്? ബി സ്റ്റേറ്റ്മെൻറ്റ്. സോ ദേ ആർ ലോജിക്കലി ഇക്വലൻറ്റ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ലോജിക്കലി ഇക്വലൻറ്റും ആണ്. ഒബ്വേർഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാലിഡുമാണ്, ലോജിക്കലി ഇക്വലൻറ്റും ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിൽ നോക്കണം. എയും ബിയും ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻസിൽ വരണം. ഓപ്ഷൻസ് നോക്കിയേ, ഈ ഓപ്ഷൻസിൽ സി ഓപ്ഷൻ ബി ആൻഡ് സിയും ഡി ഓപ്ഷൻ എ ആൻഡ് സിയും ആണ്. ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം, കാരണം അതിനകത്ത് നമുക്ക് എയും ബിയും ഒരുമിച്ചില്ല. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? എ ബി ഓപ്ഷൻസ് നോക്കുക. എക്കകത്ത് നമുക്ക് എ ബി ആൻഡ് ഡി ഉണ്ട്, ബിക്കകത്ത് എ ആൻഡ് ബി ഉള്ളിയാണ്. അപ്പോൾ അതിനകത്തൊരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കണം. ഡി സ്റ്റേറ്റ്മെന്റ് എന്താ? സം നോൺ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫസേഴ്സ് ആർ നോട്ട് നോൺ ഫിസിസിസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇങ്ങനെ ഒരു ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ? ഈ സ്റ്റേറ്റ്മെന്റിന്റെ അതിൻ്റെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും അവർ മാറ്റിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ രണ്ടിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് എ ആൻഡ് ബി ഓൺലി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഒരു ക്വസ്റ്റിനോട് സാമ്പിളായിട്ട് നോക്കാം, കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യം ഒന്ന് തറവാൻ വേണ്ടി. സോ ഇത് ജൂൺ 2023 എക്സാമിൽ ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഇക്വലന്റ്? ഓപ്ഷൻസ് നോക്കിയേ, സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ, സം കൈൻഡ് മെൻ ആർ ക്രിക്കറ്റേഴ്സ്, സം ക്രിക്കറ്റേഴ്സ് ആർ നോട്ട് നോൺ കൈൻഡ് മെൻ, സം നോൺ കൈൻഡ് മെൻ ആർ നോട്ട് നോൺ ക്രിക്കറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് ആദ്യം തന്നെ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ്റെ ഫോമാറ്റ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ എ നോക്കിയാൽ സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ അല്ലേ? അതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ, അതൊരു നമുക്ക് പറയാം ഒരു പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെക്കാം. അതിനെ വെച്ച് നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പയർ ചെയ്യാം. സോ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ബി സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ സം കൈൻഡ് മെൻ ആർ ക്രിക്കറ്റേഴ്സ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എന്താ? ഈ സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ്മെന്റിനെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിട്ടിട്ടാണ് നമുക്ക് ബി ഓപ്ഷൻ അവർ അല്ലെങ്കിൽ ബി സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? കൺവേർഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സം SSPയുടെ കൺവേർഷൻ ആണ് സം PSS. അത് വാലിഡ് മാത്രമല്ല, ദേ ആർ ലോജിക്കലി ഈക്വലന്റ് ടു, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിരുന്നു. അപ്പോൾ എ ബി ഓപ്ഷൻസ് ഉറപ്പായിട്ട് നമുക്ക് എന്ത് വേണം? നമ്മളുടെ ആൻസറിൽ വേണം. നിങ്ങൾ ഇനി ഓപ്ഷൻസ് നോക്കിയാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ പോലും ഓപ്ഷൻസിലേക്ക് നിങ്ങൾ നോക്കിയാൽ എയും ബിയും ഒരുപോലെ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഇവിടെ എ ഇല്ല, ഇവിടെ എ ഇല്ല, ഇവിടെ എയും ഡിയുമാണുള്ളത്. നമുക്ക് എയും ബി ആ വേണ്ടത്. സോ എയും ബിയും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ഓപ്ഷൻ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ സി നിങ്ങൾ നോക്കിയേ, സം ക്രിക്കറ്റേഴ്സ് ആർ നോട്ട് നോൺ കൈൻഡ് മെൻ. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത? ഈ സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ ആണ് നമ്മൾ സ്റ്റേബിൾ ആക്കി വെച്ചിരിക്കുന്നത്. അതിനെ വെച്ചിട്ട് വേണം നമ്മൾ എല്ലാത്തിനും കമ്പയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ
സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ. അപ്പോൾ അവിടെ എന്താ പർട്ടിക്കുലർ അഫർമേറ്റീവ്, അതിൻ്റെ ക്വാളിറ്റി ഇവിടെ മാറിയിട്ടുണ്ട് അല്ലേ, സം നോട്ട് ആയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല ഇതിൻ്റെ പ്രെഡിക്കേറ്റിൻ്റെ കോംപ്ലിമെൻറ്റും എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ചേഞ്ച് ചെയ്ത് പ്രെഡിക്കേറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സി സ്റ്റേറ്റ്മെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്വേഴ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ ബി സി ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. എഗെയിൻ ഇവിടുത്തെ ഡി ഓപ്ഷൻ സം നോൺ കൈൻഡ് മെൻ ആർ നോട്ട് നോൺ ക്രിക്കറ്റേഴ്സ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു ഒത്തിരി പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. So the right answer for this question is option C, that is A, B and C only. അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താ, ലോജിക്കൽ ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ചോദിച്ച് കാണുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്ത് എവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കൺസേൺ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താ, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അതായത് ഇത് ഏത് ഏരിയ ആണ്. അപ്പോൾ ഏരിയ നമുക്കറിയാം, കൺവേർഷൻ ഒബ്വേർഷൻ കോൺട്രിപ്പോസിഷനും അറിയണം. അത് റൂൾ മാത്രം അറിഞ്ഞാൽ പോരാ, അതിൽ വാലിഡ് ഏതാണ്, എല്ലാം വാലിഡ് ആണോ, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എല്ലാവരും ലോജിക്കലി ഇക്വലൻ്റ് ആണോ, അതും മനസ്സിലാക്കണം. അപ്പോൾ അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ നൗ വി ആർ മൂവിങ് ടു ദി തേർഡ് സെഷൻ ഓഫ് ദിസ് വീഡിയോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു പാർട്ട്. നമ്മൾ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 4ാമത്തെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യത്തെ 2 ഫാലസീസ് നമ്മൾ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത് 2 നമ്മൾ അവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, ലോജിക്കൽ ഈക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് കാറ്റഗറീസ് ഓഫ് ഫാലസീസ് ആണ്. ഇത് ശരിക്കും നിങ്ങൾ മാരത്തൺ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ മാരത്തൺ വീഡിയോയുടെ എക്സ്റ്റൻഷൻ ആണ്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാരത്തൺ വീഡിയോയിൽ ഫാലസീസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇൻഫോർമൽ ഫാലസീസ് കേട്ടോ, ഇൻഫോർമൽ ഫാലസീസ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. പക്ഷേ ഈ ഫാലസീസിനെയൊക്കെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായി കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരത്തൺ വീഡിയോ ഉപയോഗിച്ച് ഫാലസീസ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യാം, ആ ഓരോ അല്ലെങ്കിൽ ആ ഫാലസീസിനൊക്കെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം എന്നുള്ളത്. ഇനി നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ മാരത്തൺ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ കൃത്യമായി ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനകത്ത് ഓരോ ടോപ്പിക്കും എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസി ഉണ്ടാവും. അതെന്ത് ചെയ്യുക, ആ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് കാണണം. ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്, മിസ് ചെയ്യരുത്, പരീക്ഷയ്ക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നൗ വി ഹാവ് കാറ്റഗറീസ് ഓഫ് ഫാലസീസ്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഫാലസീസ് അല്ലെങ്കിൽ ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ഒരു നേച്ചറിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അത് ഫലേഷ്യസ് ആവുന്നു എന്നുള്ള കാരണത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഫാലസീസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ ആണ്. എന്താ ഈ ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ദീസ് ഫാലസീസ് അക്കർ ബിക്കോസ് ഓൾദോ ദ പ്രിമൈസസ് ഓഫ് ദി ആർഗ്യുമെന്റ് സീം strong and relevant to the conclusion, but in reality they are weak and ineffective. So relying on a conclusion drawn from them is a mistake. അപ്പോൾ ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഇൻഡക്ഷൻ നമ്മുടെ ആ ഒരു അതിനകത്ത് ഉപയോഗിച്ച റീസണിങ്ങിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രിമൈസസ് ഒക്കെ കണ്ടാൽ ഇറ്റ് സീംസ് ലൈക്ക് ഒക്കെ ഇത് നല്ല സ്ട്രോങ് ആണ്, റെലവൻറ്റ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിമൈസ് ആയിരിക്കില്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഫാലസീസ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന എറേഴ്സ്, അല്ലെങ്കിൽ ആ രീതിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ടുണ്ടാകുന്ന എറേഴ്സ്, അങ്ങനെയുള്ള ഫാലസീസ്, അതിനെ നമുക്ക് ഏത് ഗ്രൂപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, ഫാലസീസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇതിന് അണ്ടറിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫാലസീസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻഡക്ഷനിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഫാലസീസ് ഏതൊക്കെയാണ്, ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ്, അപ്പീൽ ടു ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി, false caution, hasty generalization. ഏതൊക്കെയാണ്, ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ്, അപ്പീൽ ടു ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി, false caution, hasty generalization. ഈ 4 എണ്ണമാണ് ഏതിൻ്റെ ഭാഗമായിട്ട് വരിക, ഫാലസീസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മുടെ ഉദ്ദേശം ഫാലസീസ് പഠിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഓരോ ഫാലസിയും ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതല്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മാരത്തൺ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ, ഈ ഫാലസീസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫാലസീസിനെ എന്ത് ചെയ്യണം, നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കാറ്റഗറൈസ് ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാറ്റഗറി പറഞ്ഞു, that is fallacies of defective induction, in which we have argument from ignorance, appeal to inappropriate authority, false cause and hasty generalization. Next we have fallacies of relevance. Fallacies of relevance എന്ന് പറഞ്ഞാൽ എന്താ,
Fallacies of this kind do not present relevant information or present irrelevant information for the conclusion. ഇവിടെ എന്താ relevance ആണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നമ്മൾ ഒരു കാരണമൊക്കെ കൊടുക്കുകയാണ്, ആ കാരണം എന്ന് പറഞ്ഞാൽ relevant അല്ല, ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് relevant ആയിട്ടുള്ള കൺക്ലൂഷൻ, ഐ മീൻ ആ കൺക്ലൂഷന് relevant ആയി സാധൂകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല നമ്മളുടെ ഫാലസിയിലുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അപ്പീൽ ടു ഫോഴ്സ്, appeal to pity, appeal to people, argument against the person, accident, fallacy of accident, straw man, missing the point. അതിനെ നമ്മൾ irrelevant conclusion എന്ന് വിളിക്കാറുണ്ട്. irrelevant conclusion എന്നുള്ള ടേം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചു. missing the point എന്നുള്ള ടേം കൂടി നിങ്ങൾ ഓർക്കാം. and red herring. So these are the fallacies, types of fallacies that you can consider under fallacies of relevance. Okay. ഏതൊക്കെയാ? അപ്പീൽ ടു ഫോഴ്സ്. അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ നമ്മൾ ബൈ ഫോഴ്സ്, ഒരാളെ നമ്മൾ പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ നമ്മൾ പറയുന്ന കാര്യത്തെ അംഗീകരിപ്പിക്കുക. അപ്പം അങ്ങനെ വരുന്ന ഫാലസി. അവിടെ എന്താ പ്രശ്നം? എന്താ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ കാരണമായിട്ട് പറയുന്നത്. ഇനി അപ്പീൽ ടു പിറ്റി, അപ്പീൽ ടു പീപ്പിൾ, ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ. ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക? അയാളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ്, ഓക്കെ ഈ ആൾ പറയുന്ന കാര്യം നെറ്റ് എക്സാമിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടർ ഇച്ചിരി മോശമാണ്. നമ്മൾ അയാളെ എന്ത് ചെയ്യാണ്? അയാളുടെ ക്യാരക്ടർ മോശമായതുകൊണ്ട് അയാൾ നെറ്റ് എക്സാമിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാം തെറ്റാവണം എന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരാളുടെ സ്വഭാവം, അയാളുടെ ക്യാരക്ടർ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഏജ്, അയാളുടെ ജെൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെ നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മളൊരു ആർഗ്യുമെന്റ് പറയുകയാണെങ്കിൽ അതിനെയാണ് ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ചില 1-2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയൊക്കെ വരുന്ന സംഭവം എന്താ? നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ കൺക്ലൂഷനിലേക്ക് എത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ ഒരു റെലവൻസും ഇല്ല ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെയാണ് ഫാലസീസ് ഓഫ് റെലവൻസ് എന്ന് നമ്മൾ പറയാം. മൂന്നാമത്തെ കാറ്റഗറി എന്താ? ഫാലസീസ് ഓഫ് presumption. Fallacies of presumption എന്ന് പറഞ്ഞാൽ എന്താ? These fallacies arise not because the premises are irrelevant to the conclusion or provide insufficient reason for believing the conclusion, but because the premises pursue what they purport to prove. The fallacies of presumption include begging the question, complex question, etc. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നമ്മൾ ഇറലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നെന്നോ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ കൊടുക്കുന്നുണ്ടെന്നോ ഇതൊന്നും അല്ല പ്രോബ്ലം. മറിച്ച് എന്താ? കൺക്ലൂഷനിൽ പ്രൂവ് ചെയ്യേണ്ട എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ റീസൺ ആയിട്ടും അതേ സെയിം കാര്യം നമ്മൾ പറയാണ്. ഇങ്ങനെ സംഭവിക്കുന്ന ഫാലസീസ്, അതായത് നമുക്ക് ഇപ്പം നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിന് വാലിഡ് ആയിട്ടുള്ള ഒരു കാരണം നമ്മൾ കൊടുക്കണം. ഇത് മറിച്ച് നമ്മൾ എന്താ പറയുന്ന കാര്യം, നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് അതിന് കാരണമായിട്ട് പറയേണ്ട കാര്യം ഒന്ന് എന്നുണ്ടെങ്കിലോ നമ്മൾ പെർസ്യൂം ചെയ്യുകയാണ്. അതായത് നമ്മൾ പ്രിമൈസിൽ തന്നെ കൺക്ലൂഷനിൽ പറയേണ്ട കാര്യമാണ് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൺക്ലൂഷനും റീസണും സിമിലർ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂ കൊണ്ടുണ്ടാകുന്ന എറേഴ്സിനെയാണ് ഫാലസീസ് ഓഫ് പ്രിസംപ്ഷൻ എന്ന് പറയുന്ന. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ, കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസിയിൽ നമ്മളുടെ മാരത്തൺ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ ആ ഫാലസീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ അതെവിടെ വരും? ഫാലസീസ് ഓഫ് പ്രിസംപ്ഷനിലാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ, കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ പോലെയുള്ള ഫാലസീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഫാലസീസ് ഓഫ് ആംബിഗ്വിറ്റി നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ തന്നെ നമ്മൾ ആ ഇൻഫോർമൽ ഫാലസിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഫാലസീസ് ഓഫ് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആർഗ്യുമെന്റിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടേംസോ വാക്കുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഫ്രേസസ്, പ്രൊപ്പോസിഷൻസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഒരു കൺഫ്യൂഷൻ, അത് വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ തോന്നിയാൽ അതിനെയാണ് നമ്മൾ ഫാലസീസ് ഓഫ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. So that it becomes impossible to grasp a precise sense of what is being argued for. ഇപ്പം നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വാക്ക്, ലൈറ്റ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ നിങ്ങൾ എടുക്കുക, LIGHT, ലൈറ്റ് എന്ന് പറയുന്നൊരു വാക്ക്. ഈ വാക്കിന് തന്നെ 2 മീനിങ് ആയിക്കൂടെ. ലൈറ്റ് വെളിച്ചം എന്ന് പറഞ്ഞൊരു മീനിങ് ഉണ്ട്, ലൈറ്റ് വെയ്റ്റഡ്, വളരെ വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരേ ആർഗ്യുമെന്റിൽ 2 സ്ഥലത്ത് ഈ ലൈറ്റ് എന്നുള്ള വാക്ക് 2 മീനിങ്ങിൽ ഉപയോഗിച്ചാലോ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇനി അതുപോലെ തന്നെ സെൻറ്റൻസിൽ നമ്മൾ ചില സെൻറ്റൻസുകളൊക്കെ പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഫ്ലൈയിങ് പ്ലെയിൻസ് ആർ ഡേഞ്ചറസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻറ്റൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മളത് കേൾക്കുന്ന ആൾ എങ്ങനെ അതിന് മീനിങ് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ ആശയം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഫ്ലൈയിങ് പ്ലെയിൻസ് ആർ ഡേഞ്ചറസ്, ഒന്നെങ്കിൽ ഫ്ലൈയിങ് പ്ലെയിൻസ് ആർ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻസ് പറത്തുന്നത് അപകടകരമാണ്.
ഇതൊരു മീനിങ്. ഫ്ലൈയിങ് പ്ലെയിൻസ് ആർ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാലോ പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിനുകൾ അപകടകരമാണ് എന്ന് പറഞ്ഞാൽ ഒരേ സെന്റൻസിന് നമ്മൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന്റെ മീനിങ് ഡിഫറെൻ്റ് ആയിട്ട് വരാൻ സാധ്യത. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ടേംസിലോ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൻ്റെ ഒരു കോമ്പസിഷനിലോ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ സിൻടാക്സ് എന്നൊക്കെ പറയും, ഗ്രാമറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ, അതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്താ, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യത. അപ്പം അങ്ങനെയുള്ള ഫാലസീസ് ആണ് ഫാലസീസ് ഓഫ് ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞത്. അപ്പം അതിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത്, ഫാലസി ഓഫ് ഇക്വക്കേഷൻ, ടേംസിലാണെങ്കിൽ ഇക്വക്കേഷൻ വരും. ആംഫിബലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ആംഫിബലി എന്ന് പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചറിലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം, ആംഫിബലി. ഫാലസി ഓഫ് ഡിവിഷൻ, ഫാലസി ഓഫ് കോമ്പസിഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ആ വീഡിയോയിൽ തന്നെ. ഇനിയും നമുക്ക് ആക്സെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മളൊരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറൻസസും പല പല മീനിങ് നമ്മൾ കൺവേ ചെയ്യുന്നതിലുള്ള വേരിയേഷൻസും ഒക്കെ സംഭവിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫാലസീസ് ഒക്കെയാണ് ഈ കാറ്റഗറിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ദാറ്റ് ആർ ഫാലസീസ് ഓഫ് ആംബിഗ്യൂറ്റി. ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വരാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഫാലസി പഠിക്കുക എന്നുള്ളതായിരുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ചു. നമ്മൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഫാലസീസിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും അതാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിസംബർ 2021 ആൻഡ് ജൂൺ 2022 മേഴ്സ് സൈക്കിളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് ഫാലസി ഓഫ് റെലവൻസ് ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് ദി അപ്പീൽ ടു ഫോഴ്സ്, ദി ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ്, കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ, ഫാലസി ഓഫ് കോമ്പസിഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ഫാലസി ഓഫ് റെലവൻസിൽ നമ്മൾ കണ്ട ആളാരാ, ദി അപ്പീൽ ടു ഫോഴ്സ് ആണ്. ബാക്കി മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുക ഏത് ഗ്രൂപ്പിൽ അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാലസി ഓഫ് ആംബിഗ്യൂറ്റി. ഇതിനകത്ത് ഫാലസി ഓഫ് ആംബിഗ്യൂറ്റിയിൽ വരാത്തത് ഇക്വക്കേഷൻ, ആംഫിബലി, ആക്സെന്റ് ആൻഡ് ആക്സിഡന്റ്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇക്വക്കേഷൻ, ആംഫിബലി, ആക്സിഡന്റ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. ഇതെല്ലാം എന്താണ്, ആംബിഗ്യൂറ്റി, ഫാലസി ഓഫ് ആംബിഗ്യൂറ്റിയുടെ അണ്ടറിൽ കൺസിഡർ ചെയ്യാം. അതിൽ പെടാത്ത ആളാരാണ്, ദാറ്റ് ഇസ് ആക്സിഡന്റ്. ആക്സിഡന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയും കഴിഞ്ഞു. സോ കാറ്റഗറീസ് ഓഫ് ഫാലസീസ് അല്ലെങ്കിൽ ഫാലസീസിനെ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ അകത്തുള്ള എററിനെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയി തരംതിരിക്കാം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി നമുക്ക് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. So coming to the last and final part of this session, this video, that is Nyaya Syllogism versus Aristotelian Syllogism. അപ്പോൾ ന്യായ സില്ലജിസവും അരിസ്റ്റോട്ടലിയൻ സില്ലജിസവും എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു. എന്താ ഈ സില്ലജിസം എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ജനറലി സില്ലജിസത്തിനുള്ളത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു സില്ലജിസം എന്നുള്ള ടേമിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആർഗ്യുമെൻറ്റിന് പൊതുവിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ന്യായ സില്ലജിസം, ന്യായ ഫിലോസഫിയിലുള്ള സില്ലജിസവും അരിസ്റ്റോട്ടലിയൻ സില്ലജിസവും എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു, വാട്ട് ആർ ദി ഡിഫറൻസസ്, ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ ഡിഫറൻസസിനെ ബേസ് ചെയ്തായിരിക്കണം എന്നല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, മറിച്ച് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഒരു 2-3 ഡിഫറൻസസ് നമ്മൾ പരിശോധിക്കും. അതിനുശേഷം അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ടേബിളിൽ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു വരാം. ഓരോ ഡിഫറൻസസ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യായ സില്ലജിസവും അരിസ്റ്റോട്ടലിയൻ സില്ലജിസവും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ന്യായ സില്ലജിസത്തിൽ നമുക്ക് 5 പ്രൊപ്പസിഷൻസ് ആണുള്ളത്, വേറെ അരിസ്റ്റോട്ടലിയൻ സില്ലജിസത്തിൽ നമുക്ക് 3 പ്രൊപ്പസിഷൻസ് ആണുള്ളത്. ഈ 2 സില്ലജിസത്തിലും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയും. നമ്മൾ എത്ര ടേമുകൾ, എത്ര വാക്കുകൾ, അല്ലെങ്കിൽ ടേംസ് എന്നതിന് നമ്മൾ പറയാം. എത്ര ടേംസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് സിമിലർ ആണ്. രണ്ടിടത്തും 3 ടേംസേ ഉള്ളൂ. ഏതൊക്കെയാണ് 3 ടേംസ്? മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം. ദീസ് ആർ ദ 3 ഡിഫറെൻറ്റ് ടേംസ്. ന്യായ സില്ലജിസത്തിലും അത് അങ്ങനെയാണ്, അരിസ്റ്റോട്ടലിയൻ സില്ലജിസത്തിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്റർലോജിക്കിലേക്ക് വരുമ്പോൾ അതിന് ഈ മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേമിന് അതിൻ്റെതായിട്ടുള്ള പേരുകൾ, വേറെ പേര്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ അത് ഹേതു എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്പർ ഓഫ് ടേം ഇസ് സിമിലർ. രണ്ടിനും 3 ടേംസ് ആണത്. പക്ഷെ പ്രൊപ്പോസിഷൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ന്യായ സില്ലജിസിൽ 5 പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നിച്ചു ചേരുന്നതാണ് ന്യായ സില്ലജിസം. വേറസ് നമ്മൾ അരിസ്റ്റോട്ടലിയൻ സില്ലജിസത്തിലേക്ക് വരുമ്പോൾ 3 എണ്ണമേ ഉള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ പറയാം. ഇത് നിങ്ങൾക്ക് ഇന്റർലോജിക്കിലെ അല്ലെങ്കിൽ ന്യായ ഫിലോസഫിയിലെ അവരെങ്ങനെ സില്ലജിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന 5 പ്രൊപ്പസിഷൻസ് ഏതൊക്കെ? ഇത് നമുക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഏതൊക്കെയാണ്? പ്രതിജ്ഞ, ഹേതു, ഉദാഹരൺ, ഉപനായ, നിഗമൻ. ഓക്കെ, പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ആർഗ്യുമെന്റിലൂടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ്
സ്റ്റേറ്റ്മെന്റ് ആണ് പ്രതിജ്ഞ. ഹേതു എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊപ്പോസിഷൻ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഇത് ഇങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞയിൽ നിങ്ങൾ പറയുന്ന ആ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു, കാരണം. ഓക്കെ, ദാറ്റ് ഈസ് ഹേതു. ഉദാഹരണം എന്താണ്? ഉദാഹരണത്തിൽ നമ്മളൊരു യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാവും. യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ അലോങ് വിത്ത് ഇൻസിഡന്റ് എക്സാമ്പിളോട് കൂടി നമ്മളൊരു യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ നമ്മൾ പറയുന്നു. ആൻഡ് ദെൻ ഉപനായിക്കകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ ഒരു കേസ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രൊപ്പോസിഷനെ ഇപ്പം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന, തെളിയിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രസന്റ് കേസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. നിഗമനം ഈസ് യുവർ കൺക്ലൂഷൻ. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ പ്രതിജ്ഞ എന്താ? നിങ്ങൾക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത്. ദർ ഇസ് ഫയർ ഓൺ എ ഹിൽ, ഫയറിൽ ഹില്ലിൽ ഫയർ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് പ്രതിജ്ഞ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ബിക്കോസ് ദർ ഇസ് സ്മോക്ക് ഓൺ ദ ഹിൽ. കാരണം നിങ്ങൾ ഹില്ലിൽ സ്മോക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫയർ ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇസ് ഉദാഹരണം യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ അലോങ് വിത്ത് എൻ ഇൻസ്റ്റൻസ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ പറയുന്നത്? ഓൾ ദാറ്റ് ഹാസ് സ്മോക്ക് ഹാസ് ഫയർ ആസ് എ കിച്ചൺ. അപ്പോൾ നിങ്ങൾ എന്ത് പറയാണ്? ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിന് കൂടെ നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യാണ്. നമ്മൾ അറിയുന്ന ഒരു ഇൻസ്റ്റൻസ് കൂടെ വെച്ചിട്ട് അങ്ങനെ ഇവിടെ കിച്ചണിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ യൂഷ്വലി സ്മോക്ക് ഉള്ളിടത്തൊക്കെ ഫയർ നമ്മൾ കാണാറുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നു. നാലാമത് എന്താ? ഉപനായിൽ എന്താ സംഭവിക്കുന്നത്? ഓൾ ദാറ്റ് ഹാസ് സ്മോക്ക് ഹിസ് ഫയർ, ദിസ് ഹിൽ ടു ഹാസ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മുടെ ഈ പ്രസന്റ് സിനാരിയോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യാണ്. അവസാനത്തെ നമ്മുടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ നിഗമനാണ് ദർ ഇസ് ഫയർ ഓൺ ദ ഹിൽ, നമ്മൾ പ്രൂവ് ചെയ്യുന്ന കാര്യം. സോ ദീസ് ആർ ദ 5 ഡിഫറെന്റ് പ്രൊപ്പോസിഷൻസ്. അപ്പോൾ 5 പ്രൊപ്പോസിഷൻസ് ആണ് ഇവിടെയുള്ളത്. ന്യായ സിലജിസത്തിലുള്ളത്. അരിസ്റ്റോട്ടലിയൻ സിലജിസിൽ ആകെ എത്രയെണ്ണേ ഉള്ളൂ? 3 പ്രൊപ്പോസിഷൻസേ ഉള്ളൂ. ഏതൊക്കെയാ? ഇപ്പോൾ എക്സാമ്പിൾ എവിടെ? ഓൾ മെൻ ആർ മോർട്ടൽ, വില്യം ഈസ് എ മാൻ, therefore വില്യം ഈസ് മോർട്ടൽ. കാര്യം കഴിഞ്ഞു. ഇത്രയും പ്രിമൈസസ് മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും പ്രൊപ്പോസിഷൻസ്, പ്രിമൈസസ് അല്ല കേട്ടോ, ഇത് രണ്ടും പ്രിമൈസസ്, ഇത് കൺക്ലൂഷൻ. ഇതിനെ 3 നമ്മൾ പ്രൊപ്പോസിഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രൊപ്പോസിഷൻസ് ആണ് ഇവിടെയുള്ളത് അരിസ്റ്റോട്ടലിയൻ സിലജിസത്തിലുള്ളത്. അപ്പോൾ ആദ്യത്തെ വ്യത്യാസം എന്താ? ന്യായ സിലജിസത്തിൽ 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട്, അരിസ്റ്റോട്ടലിയൻ സിലജിസത്തിൽ 3 പ്രൊപ്പോസിഷൻസേ ഉള്ളൂ. പക്ഷേ ടേംസ് നമ്മൾ കൺസിഡർ ചെയ്താൽ രണ്ടിടത്തും 3 ടേമാണ്, മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം. ആദ്യത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്താ? ന്യായ സിലോജിസത്തിൽ നമ്മൾ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് ഫോമൽ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടലിയൻ സിലോജിസം ഈസ് ഡിഡക്റ്റീവ് ആൻഡ് ഫോമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യത്യാസം എന്താ? ഡിഡക്റ്റീവിൽ നമ്മൾ പറയുന്നത് എന്താ? ഓക്കെ, ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വരാണ്. ദാറ്റ് ഈസ് ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരുന്നു. ഇതാണ് നമ്മളുടെ ഐഡിയ. അപ്പം ഇവിടെ അരിസ്റ്റോട്ടലിയൻ സിലോജിസവും ന്യായ സിലോജിസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടലിയൻ സിലോജിസം ഡിഡക്റ്റീവ് ആണ്, ഫോമൽ ആണ്. അപ്പോൾ ഈ ഫോമൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫോമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ബേസിക്കലി സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു റാദർ ദാൻ അതിനകത്തുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് വാല്യൂ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലോജിക്കൽ പ്രോസസ്സിലൂടെ ഒരു ട്രൂത്ത് പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫോമൽ എന്ന് പറയാം. ഓക്കെ, ഇനി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇറ്റ് ഡസ് നോട്ട് ഡീൽസ് വിത്ത് ദി ഫോം ഓർ ദി സ്ട്രക്ചർ ഓഫ് എൻ ആർഗ്യുമെന്റ്, ബട്ട് വി ആർ ഫോക്കസിങ് മോർ ഓൺ ദി കോണ്ടന്റ്. അതിനെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോമൽ ഫോം ആണെങ്കിൽ മെറ്റീരിയൽ എന്നാണ് അതിനകത്തുള്ള ആശയങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിന്തിച്ചാൽ ന്യായ സിലോജിസം ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അത് ഡിഡക്റ്റീവ് ആണെന്നോ ഇൻഡക്റ്റീവ് ആണെന്നോ നമുക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. ഇതിന് രണ്ടിനെയും കോമ്പിനേഷൻ ന്യായ സിലോജിസത്തിലുണ്ട്. ഫോമൽ മെറ്റീരിയലുമാണ്, സ്ട്രക്ചറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനകത്ത് പറയുന്ന കാര്യങ്ങളുടെ ട്രൂത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അരിസ്റ്റോട്ടലിയൻ സിലോജിസത്തിൽ എന്താ സംഭവിക്കുന്നത്? ഡിഡക്റ്റീവ് ആണ്. ഡിഡക്റ്റീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് അരിസ്റ്റോട്ടലിയൻ സിലോജിസം. ഫോർമൽ ആണ്, സ്ട്രക്ചറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Inference, according to Nyaya, is neither from the universal to the particular, nor from the particular to the universal, but from the particular to the particular through the universal. എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് നമ്മൾ പറയാനായിട്ടുള്ള കാര്യം ന്യായ സിലോജിസത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നൊരു പർട്ടിക്കുലറിലേക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നിന്നൊരു യൂണിവേഴ്സിലേക്കോ ഉള്ള ഫ്ലോ അല്ല നമ്മൾ കാണുന്നത്. മറിച്ച് എന്താ? ഒരു പർട്ടിക്കുലറിൽ നിന്ന് യൂണിവേഴ്സൽ മുഖേന പർട്ടിക്കുലറിലേക്ക് വരുന്നൊരു ഫോർമാറ്റ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷേ
ഇത് വെച്ച് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾ നോക്കിയേ, there is fire on a hill. ഓക്കെ, അതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് there is smoke on the hill, all that has smoke has fire as a kitchen. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലറിൽ നിന്ന് ഇതൊരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റിലൂടെ നിങ്ങൾ എവിടേക്ക് വരിക, all that has smoke has fire, this hill too has smoke, there is fire on the hill. Again you are coming to a particular statement. അപ്പോൾ ഈ ഒരു പ്രപ്പോസിഷൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിലോജിസം, ന്യായ സിലോജിസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിഡക്ഷനും കാണാൻ പറ്റും, ഇൻഡക്ഷനും കാണാൻ പറ്റും. ഒരു പ്യുവറായിട്ട് ഡിഡക്റ്റീവോ പ്യുവറായിട്ട് ഇൻഡക്റ്റീവോ അല്ല ഈ തന്നിരിക്കുന്ന സിലോജിസം. മറിച്ച് എന്താ, യു ആർ മൂവിങ് ഫ്രം എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ടു എ പെർട്ടിക്കുലർ കൺക്ലൂഷൻ ത്രൂ ദ യൂണിവേഴ്സൽ. അതാണ് ഈ പെർട്ടിക്കുലർ ടു പെർട്ടിക്കുലർ ത്രൂ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഡക്ഷൻ ആസ് വെൽ ആസ് ഇൻഡക്ഷൻ. ഇവിടെ എന്താ, നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, ഇതിനകത്ത് ടേംസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെൻസിബിൾ ആയിട്ടുള്ള അതിൻ്റെ ട്രൂത്ത് അല്ലെങ്കിൽ അതൊരു ട്രൂത്ത് പ്രൂവ് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ദിസ് ഇസ് അറ്റ് ദ സെയിം ടൈം ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ആസ് വെൽ ആസ് ഫോർമൽ മെറ്റീരിയൽ. ഇനി നമ്മൾ പറഞ്ഞു, നിങ്ങൾ അരിസ്റ്റോട്ടലിയൻ സിലോജിസം നോക്കുകയാണെങ്കിൽ ഡിഡക്റ്റീവ് ആണ്, ഫോർമൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഇവിടേക്ക് നോക്കിയേ, all men are mortal, William is a man, therefore William is mortal. അതായത് ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്കുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക് പോകുന്നത് നമ്മൾ കാണും. സോ യൂണിവേഴ്സൽ ടു പെർട്ടിക്കുലർ, യൂണിവേഴ്സൽ ടു പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ആണ്. പിന്നെ ഫോമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ടേംസ്, മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം, ആ ടേംസ് വരുന്നതിനെ നമ്മൾ പ്രിമൈസസ് എന്ന് വിളിക്കുന്നു. ഇത് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഫോമൽ ഫാലസീസിനെ കുറിച്ച് പറയുന്നു. ഇൻ ദാറ്റ് സെൻസ് ഇതെന്താണ്, ഡിഡക്റ്റീവുമാണ് ഫോമലുമാണ്. ഇനി മൂന്നാമത്തെ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ, ദ ന്യായ റെക്കഗ്നൈസസ് ദ ഫാക്ട് ദാറ്റ് വെർബൽ ഫോം ഇസ് നോട്ട് ദി എസെൻസ് ഓഫ് ഇൻഫറൻസ് ആൻഡ് ഇസ് റിക്വയർഡ് ഓൺലി ടു കൺവിൻസ് അതേഴ്സ്. അപ്പോൾ നമ്മൾ ന്യായ ഫിലോസഫി അല്ലെങ്കിൽ ന്യായ സിലോജിസത്തെ കുറിച്ച് അല്ലെങ്കിൽ ന്യായ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ ഇൻഫറൻസിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അനുമാനം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈപ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഈ വെർബൽ ഫോം എന്ന് പറഞ്ഞു, അതായത് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള സ്വാർത്ഥാനുമാനം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് തന്നെ അവിടെ ഉണ്ട്. അവിടെ വേർഡ്സിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഈ വെർബൽ ഫോം അല്ല ഒരു ഇൻഫറൻസിൻ്റെ എസൻസ്, മറിച്ച് വെർബൽ ഫോം എവിടെ ആവശ്യമായിട്ട് വരുന്നത്, നമുക്ക് മറ്റൊരാളെ പറഞ്ഞൊരു കാര്യം കൺവിൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ വാക്കുകൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സെൻസിലാണ് വെർബൽ ഫോമിന് സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഇറ്റ്സ് നോട്ട് ദി എസെൻസ് ഓഫ് എൻ ഇൻഫറൻസ് എന്നുള്ളൊരു തോട്ടാണ് ന്യായ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ ന്യായ റെക്കഗ്നൈസസ് ദ ഫാക്ട് ദാറ്റ് വെർബൽ ഫോം ഇസ് നോട്ട് ദി എസെൻസ് ഓഫ് ഇൻഫറൻസ് ആൻഡ് ഇസ് റിക്വയർഡ് ഓൺലി ടു കൺവിൻസ് അതേഴ്സ്. വേറെ അരിസ്റ്റോട്ടലിയൻ സിലോജിസത്തിലേക്ക് വരുമ്പോൾ വേറൊരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് അരിസ്റ്റോട്ടലിയൻ സിലോജിസം ഇസ് വെർബലിസ്റ്റിക്. വെർബലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സ് ആ ഉപയോഗിക്കുന്ന വാക്കിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ പുറകുള്ള റിയാലിറ്റിയോ ട്രൂത്തോ ഒന്നും നമ്മൾ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കരുതുന്നില്ല. അപ്പോൾ അതിനാണ് വെർബലിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, ന്യായ റെക്കഗ്നൈസ് ചെയ്യുന്നത് verbal form is not the essence of an inference. We need verbal form just to convince the other person. Aristotelian syllogistil ഇത് നമുക്ക് അരിസ്റ്റോട്ടലിയൻ സിലോജിസവും ഇതിങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളതല്ല. ഈ ഒരു വെർബൽ ഫോം അല്ലെങ്കിൽ വേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഒരു വ്യൂ പോയിന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അരിസ്റ്റോട്ടലിയൻ സിലോജിസത്തിൽ നമ്മൾ പറഞ്ഞത് എന്താ, അരിസ്റ്റോട്ടലിയൻ സിലോജിസം ഇസ് വെർബലിസ്റ്റിക് നമ്മൾ പറയാം. സോ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ, ന്യായ സിലോജിസം ഇസ് ഓൺലി ഇൻഡക്റ്റീവ് ആൻഡ് മെറ്റീരിയൽ. സ്റ്റേറ്റ്മെന്റ് 2, ദ അരിസ്റ്റോട്ടലിയൻ സിലോജിസം ഇസ് ഓൺലി ഡിഡക്റ്റീവ് ആൻഡ് ഫോമൽ. നിങ്ങൾ നോക്കി സ്റ്റേറ്റ്മെന്റ് 2 ശരിയല്ലേ, ദ അരിസ്റ്റോട്ടലിയൻ സിലോജിസം ഇസ് ഓൺലി ഡിഡക്റ്റീവ് ആൻഡ് ഫോമൽ. ഡിഡക്റ്റീവ് ഫോമൽ ആണ്, നമുക്കറിയാം, കറക്റ്റ് ആണ്. ന്യായ സിലോജിസത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ന്യായ സിലോജിസം ഇസ് ഓൺലി ഇൻഡക്റ്റീവ് ആൻഡ് മെറ്റീരിയൽ. അത് ശരിയാണോ? That is wrong. Nyaya syllogism is deductive, inductive and also formal material. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ ശരിയാണ്. So statement 1 is false, but statement 2 is true, is option D. So the right answer for this question is option D itself. Moving to the next question, ജൂൺ 2023 തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. Statement 1 എന്താ, Aristotelian logic is verbalistic, and statement 2 says, for the classical Indian school of logic, verbal form is not the essence of inference and is required only to convince others. Exactly എന്താണോ നമ്മൾ പഠിച്ചത് അതിൻ്റെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അരിസ്റ്റോട്ടലിയൻ ലോജിക് വെർബലിസ്റ്റിക് ആണ്. ന്യായ സിലോജിസത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നോട്ട് ലൈക്ക് ന്യായ സിലോജിസം ആസ് സച്ച്, ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ
എന്താ സംഭവിക്കുന്നത്? വെർബൽ ഫോം ഇസ് കൺസിഡർഡ് ആസ് നോട്ട് ദി എസെൻസ് ഓഫ് an inference, but it is required only to convince others. രണ്ടും ശരിയാണ്. അപ്പം both statement 1 and statement 2 are true is option A. So the right answer for this question is option A itself. സോ അങ്ങനെ നമ്മൾ ഈ ഒരു സെഷൻ്റെ അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നിങ്ങൾ പലരും വളരെ ഇഫക്റ്റീവായിട്ട് മാരത്തൺ വീഡിയോസ് യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആയി ഒരു പുതിയ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൽ നമ്മൾ ഓൾറെഡി കോർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് കൂടെ എക്സ്ട്രാ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ അവർ ടച്ച് ചെയ്ത് പോയിട്ടുള്ള ചില അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ എക്സാം നിങ്ങളെ കൂടുതൽ എക്യുപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോസിൻ്റെ ഉദ്ദേശം. സോ ലോജിക്കൽ റീസണിങ് ആണ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്തത്. സോ ലോജിക്കൽ റീസണിങ്ങിൽ പ്രധാനപ്പെട്ട ചില ഏരിയാസ് നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചു അല്ലേ. അപ്പം നമ്മൾ 2 ഫാലസീസ് ആണ് ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഡിനൈയിങ് ദി ആൻറ്റിസിഡൻറ്റ്, അഫേർമിങ് ദ കോൺസിക്വൻറ്റ്, ആ 2 ഫാലസീസ് നമ്മൾ പഠിച്ചു. ആൻഡ് അതിനുശേഷം ലോജിക്കലി ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രപോസിഷൻ ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. എങ്ങനെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ കാറ്റഗറീസ് ഓഫ് ഫാലസീസ്, ഇൻഫോർമൽ ഫാലസീസ് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തൊരു ഏരിയയാണ്. എന്നാൽ അതിനെ കൃത്യമായി ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയി കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കാറ്റഗറീസ് ഓഫ് ഫാലസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി വി ഡിസ്കസ്ഡ് അബൌട്ട് Nyaya syllogism versus Aristotelian syllogism. So what are the differences, or how can you identify Nyaya syllogism as well as Aristotelian syllogism? ഇതാണ് നമ്മൾ മെയിൻലി പറഞ്ഞത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു വെസ്റ്റേൺ ലോജിക്കൽ ഏരിയാസ് ആണ് കൂടുതൽ നമ്മൾ ഈ സെഷനിൽ കൈകാര്യം ചെയ്തത്. ദാറ്റ് ഡസൻ മീൻ ഇന്ത്യൻ ലോജിക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ വെസ്റ്റേൺ ലോജിക്കിലെ ചോദ്യങ്ങൾ കൂടുതലാവാം, ചിലപ്പോൾ ഇന്ത്യൻ ലോജിക്കിലെ കൂടുതലാവാം എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 2 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെസ്റ്റേൺ ലോജിക്കൽ ഏരിയാസ് കൂടുതൽ കൈകാര്യം ചെയ്തത്? ബിക്കോസ് ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ ഓൾറെഡി മാരത്തൺ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് അത് സ്റ്റാറ്റിക് ആയിട്ട് അങ്ങനെ തന്നെ അവിടെ തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്ന് കാണുന്നത്. പക്ഷേ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഐഡിയ പോലെ കുറച്ചുകൂടി ഒരു ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ടൈപ്സ് ഓഫ് അനുമാൻ അല്ലെങ്കിൽ നിങ്ങൾ ഫാലസീസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കോൺസെപ്റ്റ് അറിയണം, എക്സാമ്പിൾ അടക്കം, എങ്കിൽ മാത്രമേ ഇപ്പം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഏരിയാസ് കവർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ തറവായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, സോ ഈ സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് പ്രിപ്പറേഷനിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ വരും ദിവസങ്ങളിൽ വേറെ ചില മോഡ്യൂൾസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.